السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു വൈകുന്നേരം അല്ലാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തെ അതിനനുസരിച്ച് നന്നാക്കിയെടുക്കുവാനുമുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രോഗ്രാം അല്ലാഹു തആല നമ്മിൽ നിന്ന് ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായ ബോധം നമുക്കുണ്ട്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ പഠിപ്പിച്ച ഒരു പാഠം, ഫഫിറു ഇലല്ലാഹ്, ഫഫിറു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് പേടിച്ച് വരിക എന്നാണ്. അല്ലാഹുവിലേക്ക് പേടിച്ച് ഓടി വരിക. അങ്ങനെ പേടിച്ചോടി അല്ലാഹുവിലേക്ക് വരാൻ കടുപ്പമുള്ള പേടിയുടെ ഘട്ടങ്ങളിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് അല്ലാഹുവിനെ അറിയാൻ നാം ഓർക്കേണ്ട ഒന്നാമത്തെ പാഠം. അല്ലാഹുവിനെ അറിയാനുള്ളൊരു അവസരമാണ് നമുക്ക് തന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? അല്ലാഹു തആല നമ്മളോട് പറയുന്നത് ഫഫിറു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഓടി വരൂ എന്ന്. നമ്മൾ ചെയ്തത് ഫഫിറു മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് ഓടുകയാണ് നമ്മൾ ചെയ്തത്. അല്ലാഹുവിൽ നിന്ന് ഓടുകയാണ് നമ്മൾ ചെയ്തത്. അല്ലാഹുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകാൻ എല്ലാ സാധ്യതയുമുള്ള മുഴുവൻ കേന്ദ്രങ്ങളിൽ നിന്നും ഒളിച്ചോടുകയും മറ്റുള്ള കേന്ദ്രങ്ങളിലൊക്കെ സംഘടിക്കുകയും ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ലാത്ത വിധം അല്ലാഹുവിനെക്കുറിച്ച് നാം തെറ്റിദ്ധരിച്ചു പോയി എന്നതാണ് നാം അല്ലാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നതിൻ്റെ ഒന്നാമത്തെ രേഖ. തികച്ചും അപവാദമാണ് നിങ്ങൾ എന്നത് ഞാനിവിടെ ഓർക്കുകയാണ്. ബേപ്പൂരിലെ സഹോദരങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ഈ ഭവനത്തിൽ ആരെയും ഭയമില്ലാതെ, അല്ലാഹുവിൻ്റെ ഒരു സൃഷ്ടികളെയും പേടിക്കാതെ ഒരുമിച്ച് കൂടാൻ സാധിച്ചുവെങ്കിൽ അത് അല്ലാഹുവിനെ മനസ്സിലായതിൻ്റെ ഒരു ഭാഗമായി, അല്ലാഹുവിനെ അറിഞ്ഞതിൻ്റെ ഒരു ഭാഗമായി ഞാൻ കാണുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിനെ അറിയണമെങ്കിൽ, എന്നെ നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ എന്നെ കേൾക്കണം, എന്നെ കാണണം, അല്ലേ? എൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചറിയണം. അപ്പോഴല്ലേ നിങ്ങൾക്ക് എന്നെ അറിയാൻ കഴിയൂ. ഇത് വളരെ സിമ്പിളായൊരു സംഗതിയാണ്. ഒരാളെ നമുക്കറിയണമെങ്കിൽ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാഹുവിനെ അറിയാൻ നമ്മൾ എന്തു ചെയ്തു? നമ്മൾ അല്ലാഹുവിനെ അറിയണം എന്നൊരു ശീർഷകം വെച്ച് ഈ പള്ളിയുടെ മൂലയിൽ ഒരു പ്രസംഗം നടത്തിയാൽ അല്ലാഹുവിനെ അറിയുമോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മളോട് ചോദിച്ചു നോക്കുക, അങ്ങനെ അറിയുമെന്ന്. എനിക്ക് തോന്നുന്നില്ല അല്ലാഹുവിനെ അറിയാൻ കഴിയുമെന്ന്. അല്ലാഹുവിനെ അറിയാനുള്ള ഏറ്റവും നല്ല ഒരു സന്ദർഭമാണ് അല്ലാഹു നമുക്ക് നൽകിയത്. ആ സന്ദർഭം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതാണ് വിഷയം. അത് ഉപയോഗപ്പെടുത്തിയത്
ഏറ്റവും ഗുണപ്രദമായ നിലയിലാണെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കാം. സഹോദരങ്ങളെ, ഇവിടെ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്, ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളാരും ഉത്തരം പറയണ്ട. പക്ഷേ നിങ്ങളുടെ മനസ്സാക്ഷി കുത്തേൽക്കാത്ത രീതിയിൽ അതിനൊരു ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. അത് അള്ളാഹുവിനെ അറിയാൻ ഞാൻ എന്ത് ചെയ്തു എന്നതാണ്. അള്ളാഹുവിനെ അറിയാൻ ഞാൻ എന്ത് ചെയ്തു? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ ചെയ്ത്? നമുക്കാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്താണ്, ആരാണ് അള്ളാഹു എന്ന്? നമ്മൾ അറിയണ്ടേ സഹോദരങ്ങളെ? അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ സംസാരത്തിൽ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കിതാബ് അള്ളാഹുവിൻ്റെ സംസാരമാണ്. ആ സംസാരം കേൾക്കുകയും അറിയുകയും ചെയ്യുക എന്നതാണ് അള്ളാഹുവിനെ അറിയാനുള്ള ഒന്നാമത്തെ മാർഗം. അള്ളാഹു ഒരുപാട് രീതിയിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആരാണ് അള്ളാഹു എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം, നമ്മളൊക്കെ പറയാൻ സാധ്യതയുള്ള ഒരു ഉത്തരം, എന്നെ സൃഷ്ടിച്ചവൻ, എന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ, അവസാനം എന്നെ മരിപ്പിക്കുന്നവൻ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, പ്രപഞ്ചത്തെ സംവിധാനിച്ചവൻ, പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെയും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും അതിന് സംരക്ഷണം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവൻ. സഹോദരങ്ങളെ, ഇതൊക്കെ വളരെ അന്യൂന്യമായ, ഒരുപാട് ന്യൂനതകളുള്ള, കുറവുകളുള്ള ഒരു മനസ്സിലാക്കലാണ്. അള്ളാഹു ആരാണ്? അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവമാണ് അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, അറിയാനുള്ള മാർഗം. അതുകൊണ്ടാണ് ഖുർആൻ ഉടനീളം നമുക്ക് പറഞ്ഞു തരുന്നത് വമിൻ ആയാതിഹി എന്ന് വരുന്ന മുഴുവൻ വചനങ്ങളിലൂടെയും നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ കണ്ടെത്താനുള്ള സൃഷ്ടി വൈഭവത്തിലെ മഹാ അത്ഭുതങ്ങളെയാണ്. പക്ഷെ നമ്മളെപ്പോഴെങ്കിലും അത്തരത്തിലുള്ള ഒരു അത്ഭുതത്തിൻ്റെ മുമ്പിൽ ഒരല്പസമയം നിന്ന്, അല്ലെങ്കിൽ ഒരല്പസമയം ചിന്തിച്ച്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വല്ലതും നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണുമ്പോൾ അതിലേക്ക് നോക്കി അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? അള്ളാഹുവിനെ കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? മഹാ അത്ഭുതം എന്ന് പറയുകയല്ലാതെ, മൂക്കത്ത് വിരൽ വെക്കുകയല്ലാതെ, തലയിൽ കൈവെക്കുകയല്ലാതെ നമുക്ക് കാണാനായിട്ടുണ്ടോ, സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, സൃഷ്ടിപ്പുകളിൽ ഏറ്റവും പ്രധാനമായത് ഭൂമിയുടെ സൃഷ്ടിപ്പോ, ആകാശങ്ങളുടെ സൃഷ്ടിപ്പോ, മനുഷ്യന്റെ സൃഷ്ടിപ്പോ അല്ല. ഇതൊക്കെ സങ്കീർണമായ സൃഷ്ടിപ്പാണ്. പക്ഷേ അള്ളാഹുവിനെ അറിയാൻ മനസ്സിലാക്കേണ്ട സൃഷ്ടിപ്പുകളിൽ ഏറ്റവും പ്രധാനമായത് അതൊന്നുമല്ല. മറിച്ച് അള്ളാഹു ഇവിടെ സംവിധാനിച്ചിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട്. പ്രാപഞ്ചിക നിയമങ്ങൾ, കോസ്മിക് ലോസ് എന്ന് ശാസ്ത്രം നമ്മെ പഠിപ്പിച്ച കുറെ നിയമങ്ങളുണ്ട്. ഇത് പ്രാപഞ്ചിക നിയമങ്ങൾ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ശാസ്ത്രം ചെയ്തതെങ്കിൽ, നാം നമ്മുടെ അകക്കണ്ണുകൊണ്ടൊന്ന് പരിശോധിക്കണം. എന്താണ് ഈ പ്രാപഞ്ചിക നിയമങ്ങൾ? ആരാണ് ഈ പ്രാപഞ്ചിക നിയമങ്ങളെ സംവിധാനിച്ചത്? എന്തുകൊണ്ടാണ് ഈ പ്രാപഞ്ചിക നിയമങ്ങളിലെ സംവിധാനങ്ങൾ ഒരു പോറലുമില്ലാതെ ഇന്നും നിലനിൽക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തെങ്കിലും ഒരു ഉദാഹരണം നിങ്ങൾ നോക്കൂ. എന്തെങ്കിലും ഒരു ഉദാഹരണം. നമുക്കറിയാം, നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു ഓക്സിജനാണ്. നിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇവിടെ നമ്മുടെ പള്ളിയുടെ പുറത്ത് കാണുന്ന സസ്യങ്ങളും ചെടികളും ഒക്കെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്, നിശ്വസിക്കുന്നത് ഓക്സിജനാണ്. ഇതൊരു സംവിധാനമാണ്, ഒരു നിയമമാണ്. ഈ നിയമം ആരുണ്ടാക്കി? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണത്. ഈ കൊറോണ വരുന്നതിന് മുമ്പ്, ലോക്ക്ഡൗൺ വരുന്നതിന് മുമ്പ് നമ്മുടെ തലസ്ഥാന നഗരി ഡൽഹി പട്ടണത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധി പെട്രോളിന്റെ കുറവായിരുന്നില്ല, ഡീസലിന്റെ കുറവായിരുന്നില്ല, മറിച്ച് ഓക്സിജന്റെ കുറവായിരുന്നു. നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും, ഓക്സിജൻ ഹബ്ബുകൾ സ്ഥാപിച്ചത് ഡൽഹി സ്റ്റേറ്റ് ഗവൺമെന്റ്. ആ ഹബ്ബുകളിൽ പോയി 5-10 മിനിറ്റ് സമയം ഇരുന്ന് ഓക്സിജൻ ശ്വസിച്ചില്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധം ഡൽഹിയിലെ ജീവിതം ദുസ്സഹമായിരുന്നു. എങ്ങനെ ദുസ്സഹമായി ഡൽഹിയിലെ ജീവിതം?
ഒന്ന് ആലോചിച്ച് നോക്കൂ, വെറുതെ ഒന്ന് ഇരുന്നിട്ട്. എന്നിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഡൽഹി സാധാരണ നിലയിലേക്ക് എത്തിയത്? നമ്മൾ കൊറോണ വന്നപ്പോൾ കൊറോണയുടെ വിപത്തുകൾ എണ്ണി പറഞ്ഞു, അല്ലേ? ലോക്ക്ഡൗൺ സംഭവിച്ചപ്പോൾ ലോക്ക്ഡൌണിന്റെ ദൂഷ്യഫലങ്ങൾ എണ്ണി പറഞ്ഞു. പക്ഷേ ഈ കൊറോണയുടെയും അതുപോലെ തന്നെ ലോക്ക്ഡൌണിന്റെയും ദൂഷ്യഫലങ്ങളെക്കാൾ അതിന്റെ ഗുണഫലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര അനുഭവിച്ചു ലോകം, സമൂഹം മൊത്തത്തിൽ അനുഭവിച്ചു. മനുഷ്യർ മാത്രമല്ല, ലോകം മുഴുവൻ അനുഭവിച്ചു. നോക്കൂ, ഈ ഒരു സംവിധാനം ആരുണ്ടാക്കി? മനുഷ്യനെ സൃഷ്ടിച്ചതിനേക്കാൾ അത്ഭുതകരമല്ല ഈ സംവിധാനം? ആർക്കുണ്ടാക്കാൻ കഴിയും? നമ്മൾ ആരെങ്കിലും ഇതുവരെ ശ്വസിച്ച ഓക്സിജന്, ഇലക്ട്രിസിറ്റിക്ക് ബില്ല് പേ ചെയ്യണ മാതിരി ബില്ല് പേ ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ലല്ലോ. ആലോചിച്ചു നോക്കൂ, ചിന്തിച്ചു നോക്കൂ. ഈ ഒരു സംവിധാനത്തിലൂടെയാണ് റബ്ബിനെ കണ്ടെത്തേണ്ടത് സഹോദരന്മാരെ. അള്ളാഹുവിന്റെ ഭാഷ അതിമനോഹരമാണ്. എല്ലാ വെള്ളിയാഴ്ചയിലും നിങ്ങൾ കേൾക്കാറുള്ള ഒരു വാചകമുണ്ട്, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. എപ്പോഴെങ്കിലും ആലോചിച്ചോ എന്താണത്? സബ്ബിഹ്. ഇമാമ നമ്മളോട് പറയുന്നത്, മനുഷ്യ വെറുതെ നിൽക്കല്ലേ, നീ ജുമാക്ക് വന്നതാണ്, വെറുതെ നിൽക്കല്ലേ, സബ്ബിഹ്, നീ തസ്ബീഹ് നടത്ത്, പരിശുദ്ധിപ്പെടുത്ത്. ആരെ പരിശുദ്ധിപ്പെടുത്തണം? ഇമാമിനെയാണോ? പള്ളി കമ്മിറ്റിയാണോ? മനോഹരമായി പള്ളി സംവിധാനിച്ച പള്ളി ഉണ്ടാക്കിയ മനുഷ്യനെയാണോ? അല്ല, റബ്ബിക, നിന്റെ നാഥനെ, നിന്റെ സിട്ടാവിനെ, നിന്റെ റബ്ബിനെ, അൽ അഅ്ലാ, ഏറ്റവും ഉയരത്തിലുള്ള. ചോദിക്കാം നിങ്ങൾക്ക് എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഒന്നാമത്തെ ഉത്തരം, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനാണ് അവൻ. പോരാ, സൃഷ്ടിച്ചു വിടുകയല്ല ചെയ്തത്, ഫ എന്നിട്ട് സവ്വ, സംവിധാനിച്ചവനാണ് അവൻ. പോരാ, വല്ലദീ ഖദ്ദറ, വ്യവസ്ഥകൾ നിർണയിച്ചവനാണ് അവൻ. അതും പോരാ, ഫ പിന്നീട് ഹദ, ആ വ്യവസ്ഥകൾക്കനുസരിച്ച് മുമ്പോട്ട് പോകാൻ ഓരോ സൃഷ്ടിക്കും നിർദ്ദേശം നൽകിയവനാണ് അവൻ. എന്തൊരു മനോഹരമാണ്, ചിന്തിച്ചു നോക്കൂ. അല്ലദീ ഖലഖ വിശദീകരിക്കണ്ടല്ലോ. ക്രിയേഷൻ എന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പും അടക്കമുള്ള എല്ലാ സൃഷ്ടിപ്പും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമാണ്. അതിന്റെ രഹസ്യം അറിയോ ആർക്കെങ്കിലും? അറിയോ? വളരെ പുരോഗതിയിലാണ് നമ്മളെന്നാണല്ലോ പറയുന്നത്. സൃഷ്ടിപ്പിന്റെ രഹസ്യം ആർക്കെങ്കിലും പറയാൻ കഴിയും? ഏതെങ്കിലും ഒന്നിൻ്റെ, ഒരു ചെറിയ ജീവിയുടെ, നമ്മൾ കാണുന്നൊരു ചിത്രശലഭം, ബട്ടർഫ്ലൈ, എത്ര മനോഹരമാണ് അതിനെ കാണാൻ. നമുക്ക് അതിൻ്റെ ചിറകിലുള്ള കളറൊന്ന് ഡിസൈൻ ചെയ്യാൻ നമുക്ക് കഴിയുമോ? നമ്മളിപ്പോൾ കളറിങ്ങിൻ്റെ ഒക്കെ യുഗത്തിലാണല്ലോ. പറ്റുമോ? സുബ്ഹാനല്ലാഹ്. ഒരു ബട്ടർഫ്ലൈയെ നോക്കി എപ്പോഴെങ്കിലും നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. അത് എന്തായാലും നമ്മുടെ മുമ്പിൽ കാണുന്ന എന്തും, ഒരു പച്ചില എടുത്തു കൊണ്ടുവാ, എന്നിട്ട് ആ പച്ചില മുമ്പിൽ വെച്ച് ആ പച്ചില മതി നമുക്ക് തസ്ബീഹ് ചെയ്യാൻ, സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലല്ലദീ ഖലഖ ഫസവ്വ, സംവിധാനിച്ചു. കേവല സൃഷ്ടിപ്പല്ല, മനുഷ്യൻ സകല ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി അവസാനം മനുഷ്യന്റെ ശാസ്ത്രവും കണ്ണും സയൻസും പരാജയപ്പെട്ടിരിക്കുന്ന സന്ദർഭമാണിത്. അല്ലേ? ആണോ? അല്ലേ? നിങ്ങളെന്താ മിണ്ടാത്തൊന്നും? പരാജയപ്പെട്ടില്ലേ? നമുക്ക് പരാജയം സമ്മതിച്ചുകൂടെ അള്ളാന്റെ മുമ്പിൽ? പറ്റുമോ ഒരു ഇല ഉണ്ടാക്കാൻ മനുഷ്യൻ? അവൻ്റെ മുഴുവൻ ടെക്നോളജി ഉപയോഗിച്ചോ? മുഴുവൻ സയൻസും ഉപയോഗിച്ചോ? കിട്ടാവുന്ന മാൻ പവറുകൾ മുഴുവൻ, മനുഷ്യാധ്വാനം മുഴുവൻ ഉപയോഗിച്ചോ? ഒരു ഇല ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു ഇല, പച്ച ഇല ഉണ്ടാക്കൽ പോട്ടെ, ആ കാണുന്ന പോലെ ഒരു ഇല നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും? ഒന്ന് ഡിസൈൻ ചെയ്യാൻ ജീവനൊന്നും വേണ്ട. ഇലക്ക് ജീവനുണ്ട്, നിങ്ങൾ ഉണ്ടാക്കുന്ന ഇലക്ക് ജീവൻ വേണ്ട, ഡിസൈൻ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല സഹോദര. അതിൻ്റെ കളറിങ്ങിലേക്ക് എത്താൻ നമുക്ക് കഴിയില്ല. ഫസവ്വ, എന്താണ് ആ സംവിധാനം? വല്ലദീ ഖദ്ദറ, സുബ്ഹാനല്ലാഹ്, വ്യവസ്ഥപ്പെടുത്തി. എന്താണ് വ്യവസ്ഥ? നമ്മൾ പറയുകയാണ് ഇത് മാങ്ങയുടെ സീസണാണ്, ഇത് ചക്കയുടെ സീസണാണ്. ആരുണ്ടാക്കിയത് ഈ വ്യവസ്ഥ? ഞാൻ നേരത്തെ പറഞ്ഞ വ്യവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും, അതുമാത്രമല്ല എന്തൊക്കെ വ്യവസ്ഥകൾ.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫിസിക്സ് പഠിക്കുമ്പോൾ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ ഫാൻ കറങ്ങുന്നത് എങ്ങനെയാണ്. ഇലക്ട്രിക് എനർജി മാഗ്നറ്റിക് എനർജി ആയപ്പോഴാണ് ഫാൻ കറങ്ങിയത് അല്ലേ? ഫിസിക്സിൽ അങ്ങനെ പഠിച്ചു. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചോ എങ്ങനെയാണ് ഇലക്ട്രിക് എനർജി മാഗ്നറ്റിക് എനർജി ആയത്? ആരും ചോദിച്ചിട്ടില്ലല്ലോ ഇതുവരെ. ഒരു ലാബിലും അതിനു വേണ്ടിയുള്ള ഒരു നിരീക്ഷണമോ ഗവേഷണമോ നടന്നിട്ടില്ല. ആരാണ് ഇലക്ട്രിക് എനർജിയെ മാഗ്നറ്റിക് എനർജിയായി ഈ ഫാൻ കറക്കിയത്? അതൊരു വ്യവസ്ഥയാണ്. ആരാണ് ആ വ്യവസ്ഥ ഉണ്ടാക്കിയവൻ? ഫിസിക്സ് ആണോ? ഫഖദ്ദറ വല്ലദീ ഖദ്ദറ. കാണണം നമ്മൾ ഫാൻ കറങ്ങുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കാണണം ആ ഫാനിൽ. വല്ലദീ ഖദ്ദറ. എത്ര നിങ്ങൾ ആലോചിച്ച് നോക്കൂ. റേഡിയോ എന്ന് പറഞ്ഞൊരു സംവിധാനം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് വാർത്ത വായിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ ഒരു ഓണങ്കേറാമൂലയിൽ ഒരു ഗ്രാമത്തിൽ പ്രായമായ എൻ്റെ ഉപ്പ ഒരു റേഡിയോ തുറന്നു വെച്ച് വാർത്ത കേൾക്കും. ഞാൻ അതിൻ്റെ അടുത്ത് അത്ഭുതത്തോടു കൂടി പോയി നിന്നിരുന്നു. എന്താണിത്? കോഴിക്കോട് നിന്ന് വായിക്കണ വാർത്ത എൻ്റെ വീട്ടിൽ കേൾക്കേ. സുബ്ഹാനല്ലാഹ്. സ്കൂളിലൊക്കെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ചു റേഡിയോ കണ്ടുപിടിച്ച ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ച്. എല്ലാവർക്കും പേരറിയാലോ. അറിഞ്ഞോളന്നില്ല, കാരണം ഇപ്പൊ റേഡിയോ ഒരു വാർത്തയല്ലല്ലോ അല്ലേ. ഞാനൊരു ഉദാഹരണം പറയാണ്. അന്നും നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ ഈ സംവിധാനം ആരുണ്ടാക്കി? എഡിസന് റേഡിയോ കണ്ടുപിടിക്കുവാനുള്ള ഈ സംവിധാനം ആരാണ് ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചത്? ശബ്ദബീജികളിലൂടെ ശബ്ദ തരംഗങ്ങളിലൂടെ കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് പ്രസരിപ്പിക്കപ്പെടുന്ന ശബ്ദം എങ്ങനെയാണ് എൻ്റെ വീട്ടിലെത്തിയത്? ആരെങ്കിലും ആലോചിച്ചു? ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്നും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ്? നിങ്ങൾ പറഞ്ഞോ അത് ഇന്റർനെറ്റ് സംവിധാനമാണ്. ഓക്കെ, ആരാണ് ഈ സംവിധാനം ഉണ്ടാക്കിയത്? എന്തിനാ നമ്മളൊന്ന് അന്വേഷിക്കാത്തത് ആ ആളെ? നമുക്ക് പറ്റുമോ അന്വേഷിക്കാൻ? നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇന്റർനെറ്റ് സംവിധാനം നഷ്ടപ്പെട്ടാൽ നമ്മൾ ഉടനെ വിളിക്കും, ഏഷ്യാനെറ്റിനെ വിളിക്കും. ഹലോ, എന്താ എൻ്റെ ഇന്റർനെറ്റ് പോയല്ലോ? ഇത്രയല്ലേ നമുക്ക് അറിയുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് വല്ലതും അറിയുമോ? അല്ലെങ്കിൽ മോഡൊന്ന് ഓഫാക്കി ഓണാക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ സൗകര്യം ചെയ്തു തന്ന ഓഫീസിൽ നമ്മൾ വിളിക്കും. അവരെ നാല് ചീത്ത പറയും, റെന്റ് തരൂല എന്ന് പറയും. ഇതിനപ്പുറം എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വല്ലദീ ഖദ്ദറ. സഹോദരന്മാരെ, ഒന്നിരുന്ന് ആലോചിക്ക്. എന്തൊക്കെ വ്യവസ്ഥകൾ! അത്ഭുതകരമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഫഹദ, നിർദ്ദേശം നൽകി. എന്താ ഈ നിർദ്ദേശം നൽകി എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ചക്ക കായ്ക്കുന്ന പ്ലാവിൽ നിന്ന് മാങ്ങ കായ്ച്ചത് നിങ്ങൾ ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇനി കേൾക്കോ? തെങ്ങിൽ നിന്ന് ചക്ക ഇടാൻ പറ്റുമോ? പ്ലാവിൽ നിന്ന് മാങ്ങ എടുക്കാൻ പറ്റുമോ? മാവിൽ നിന്ന് ചക്ക കിട്ടുമോ? എന്തേ ആലോചിക്കാത്തത്? ശാസ്ത്രം വലിയ അങ്ങോട്ടെത്തിയില്ലേ? ഒന്ന് മാറ്റിക്കൂടാ? നമുക്ക് കഴിയോ മാറ്റാൻ? ഫഹദ, അതാണ് ഹദ. കൃത്യമായ ഗൈഡ് ലൈനാ. വിവേചനാധികാരം ഇവക്കൊന്നും അള്ളാഹു നൽകിയിട്ടില്ല. രണ്ട് സാധനങ്ങൾക്കേ ലോകത്ത് വിവേചനാധികാരം അള്ളാഹു നൽകിയിട്ടുള്ളൂ. ഒന്ന് മനുഷ്യനും രണ്ട് ജിന്നിനുമാണ്. വേറെ ആർക്കും ഇത് കൊടുത്തിട്ടില്ല. അത് തന്നെ സ്വർഗവും നരകവും ഉള്ളതോട് കൊടുത്തതാ. അല്ലെങ്കിൽ അതും കൊടുക്കേണ്ട കാര്യമല്ല. സ്വർഗവും നരകവും സൃഷ്ടിച്ചു. സ്വർഗത്തിനും നരകത്തിനും ഇന്ധനം വേണം, ആള് വേണം. ആളുണ്ടാക്കാനുള്ള പരിപാടിയാണ് എന്ത്? ഈ വിവേചനാധികാരം. പക്ഷെ നമുക്കത് മനസ്സിലായില്ല. നമ്മൾ വിചാരിച്ചത് മാഷാ അല്ലാഹ് ഇതൊക്കെ നമുക്ക് അടിച്ചു പൊളിച്ച് സുഖിച്ച് രസിച്ച് ജീവിക്കാനുള്ളതാണ്. അപ്പോട്ടെ. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ അറിയണം, അള്ളാഹുവിനെ നമ്മൾ കണ്ടെത്തേണ്ടത് ഇങ്ങനെയാണ്, മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ ഇങ്ങനെയാണ്. നമ്മൾ ആലോചിക്കണം, ആരാണ് ഈ വ്യവസ്ഥകൾ ഉണ്ടാക്കിയത്, ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത്, ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കിയത്? ആരാണ് ഇതിൻ്റെ പിന്നിൽ? അത് സൃഷ്ടാവ് മാത്രമാണ്. ബദീഉസ് സമാവാതി വൽ അർദ്. അള്ളാഹുവിൻ്റെ പ്രയോഗം അതിമനോഹരമാണ്. ബദീഉസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെയും ഭൂമികളെയും അവക്കിടയിലുള്ള മുഴുവൻ വസ്തുക്കളെയും ബദീഅ, ഒരു പ്രീ പ്ലാൻ ഇല്ലാതെ സൃഷ്ടിച്ചവൻ. നമുക്കൊരു വീടുണ്ടാക്കണമെങ്കിൽ എത്ര പ്ലാൻ ഉണ്ടാക്കണം? അതെ, എഞ്ചിനീയർമാർ തിരിച്ചും മറിച്ചും ഒക്കെ ചെയ്യണം. ഒരൊറ്റ എഞ്ചിനീയറും ബദീഅ അല്ല. പക്ഷെ അള്ളാഹു ബദീഅയാണ്. എന്താ ബദീഅ പറഞ്ഞാൽ? പ്രീ പ്ലാൻ ഇല്ല, നേരത്തെ ഒരു പ്ലാൻ ഇല്ലാതെ സൃഷ്ടിച്ചവൻ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സബ്യഹ്, അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുകയാണ്. സഹോദരങ്ങൾ, നമ്മൾ അറിയണം,
നമുക്ക് അള്ളാഹുവിനെ അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? ശരിക്കും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് അള്ളാഹുവിനെ അറിയാനുള്ള പൂതി കൊണ്ടാണോ, ആഗ്രഹം കൊണ്ടാണോ? ആണോ? അള്ളാഹുവിനെ അറിഞ്ഞാൽ പിന്നെ അതിൻ്റെ മധുരം അതിമനോഹരമായിരിക്കും. അറിഞ്ഞാലുള്ള മധുരം അതിമനോഹരമായിരിക്കും. മധുരം എന്നാട്ടോ ഞാൻ പറഞ്ഞ്, അത്ര മധുരമാണ് അള്ളാഹു, അതീവ മധുരമാണ്. അള്ളാഹു നൂറുസ് സമാവാതി വൽ അർദ്. സൂറത്തു നൂർ എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെയല്ലേ ഖുർആനിൽ? അതിലെ 35-ാമത്തെ വചനം ആയത്തു നൂറാണ്. അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. ഒന്ന് വായിച്ചു നോക്കണം വീട്ടിൽ പോയി ഇരുന്നിട്ട്. അത് എന്തൊരു രസകരമാണ് ആ വചനമെന്നോ. നൂറുൻ അലാ നൂർ, പ്രകാശങ്ങളുടെ മേൽ പ്രകാശം. നമുക്കാർക്കെയും കിട്ടീനോ? ഇല്ലല്ലോ. തൊട്ടടുത്ത വായത്ത് പറയുന്നുണ്ട് എവിടെ കിട്ടും എന്നുള്ളത്. അവിടേക്ക് നാം ആ പ്രകാശത്തിന് വേണ്ടി എപ്പോഴെങ്കിലും ചിന്തിട്ടുണ്ട്. എവിടെ കിട്ടും? ഫീ ബുയൂതിൻ അദിനല്ലാഹു അൻ തുർഫഅ ഫീഹാ. എവിടെ കിട്ടും? ചില വീടുകളിൽ കിട്ടും. ഏതാണ് ആ വീടുകൾ? അള്ളാഹു അവൻ്റെ നാമം ഉയർത്തപ്പെടണം എന്ന് പ്രഖ്യാപിച്ച വീടുകൾ. അത് അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്, പള്ളികളാണ്. നമ്മൾ ആരെങ്കിലും പള്ളിയിലേക്ക് പോയിട്ടുണ്ടോ ഈ പ്രകാശം കിട്ടാൻ വേണ്ടി? എന്താണ് ആ പ്രകാശത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്? നൂറുൻ അലാ നൂർ എന്ന് പറഞ്ഞ പ്രകാശത്തിൻ്റെ ശക്തി. എല്ലാവർക്കും ഇരുട്ടാകുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിച്ചു, വിശ്വാസികളുടെ മുമ്പിലും പിമ്പിലും ആ പ്രകാശമുണ്ടാകും. അതെ, മനുഷ്യരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, അന്ന് പ്രകാശത്തിൻ്റെ സോഴ്സുകളായ സൂര്യനില്ലാത്ത ചന്ദ്രനില്ലാത്ത ദിവസം, ഇരുട്ടായിരിക്കും, കൂരിയാക്കൂരി ഇരുട്ട്. ഇന്ന് നമ്മുടെ പ്രകാശം മാത്രമേ ഉണ്ടാവൂ. അത് അള്ളാഹു നൽകുന്ന ആ പ്രകാശമാണ്, വല്ലാത്ത പ്രകാശം. നോക്കൂ, അതിശക്തമായ ചൂടുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച നരകത്തിന്റെ തീയുടെ ചൂടിനോ വെളിച്ചത്തിനോ പോലും വാക്യങ്ങൾ പൂരിപ്പിച്ചു. അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ അടുത്ത് ഒന്നുമല്ല. ആ പ്രകാശം അന്വേഷിച്ച് പോകണം. അതുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം. ഇന്ന് മഗ്‌രിബ് നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെയോ നിങ്ങളുടെ മഹല്ലുകളിലെ പള്ളികളിലോ ചെന്ന് കയറുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാകേണ്ട വൈകാരികത അതാണ്. അതുകൊണ്ടാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ഓർമ്മല്ല? എന്താ പള്ളിയിലേക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ബസ്സരി നൂറ വഫീ സമഇ നൂറ വഅമാമി നൂറ വഖൽഫി നൂറ فوقي نورا وتحتي نورا وعن يميني نورا وعن يساري نورا واجعل لي نورا. سبحان الله. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ആ പറഞ്ഞത്? എല്ലായിടത്തും അള്ളാഹുവേ എനിക്ക് നൂറ് വേണം. നൂറ്. അള്ളാഹുവിനെ കാണുന്ന സഹോദരന്മാരെ നമ്മളെല്ലാവരും മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര രസകരമായാണ് നമുക്ക് വിശ്വാസികളെന്ന നിലയ്ക്ക് നമുക്കിത് പഠിപ്പിച്ചതെന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മൾ അറിയുക, നമ്മൾ ഈ അള്ളാഹുവിനെ കാണാനുള്ള ദിക്കിലേക്ക് ഓടി വരണം. അത് പള്ളികളാണ്. അതിൻ്റെ വാതിലുകൾ നിങ്ങൾ അടച്ചിടരുത്. പ്രതിസന്ധികളുടെ മുമ്പിൽ വാതിലുകൾ തുറക്കുകയാണ് വേണ്ടത്, അടക്കുകയല്ല. അടച്ചു വെച്ചത് മഹാ അബദ്ധമായിരുന്നു. എവിടെയൊക്കെ പിന്നെ നമ്മൾ ഓടുക? അള്ളാഹ് നമ്മളോട് പറയുന്നത് ഫഫിറൂ ഇലല്ലാഹ്. എവിടെയാണ് അള്ളാഹു ഉള്ളത്? ബൈത്തുല്ലാ എന്നാണ് ഇതിൻ്റെ പേര്, അല്ലേ? ബൈത്തുല്ലാ. അത് അടച്ചാൽ പിന്നെ നമ്മൾ എങ്ങോട്ട് ഓടും? അൽഹംദുലില്ലാഹ്. നമ്മളറിയണം സഹോദരന്മാർ, നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വെറുതെ അള്ളാഹുവിനെ എനിക്കറിയണം എന്ന് പറഞ്ഞിരുന്നാൽ അറിയില്ല. അതിനുള്ളൊരു പരിശ്രമം നമ്മൾ നോക്കൂ. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ സംസാരം നമ്മൾ കേൾക്കണം. അള്ളാഹുവിൻ്റെ സംസാരം അന്തരീക്ഷത്തിലുണ്ട്, നമ്മളത് കേൾക്കണം. എങ്ങനെ കേൾക്കണം? സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ളവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന, അല്ല എന്നെ സ്നേഹിക്കുന്ന അള്ളാഹു ആരാ? വഹുവൽ ഗഫൂറുൽ വദൂദ്. അൽ വദൂദാണ് അള്ളാഹു. എന്താ വദൂദ് പറഞ്ഞ? ആ പദം ഒരൊറ്റ സ്ഥലത്തെ അള്ളാഹ് പിന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് വിവാഹം ചെയ്താൽ ദമ്പതികൾക്കിടയിൽ ഉണ്ടാകേണ്ട
വികാരത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് മവദ്ദത്ത് എന്നാണ് പറഞ്ഞത്. അത് വദൂദിൽ നിന്ന് വന്നതാ. എന്താണ് വദൂദ്? വദൂദ് എന്ന് പറഞ്ഞാൽ നോൺ എക്സ്ചേഞ്ച് ലവ് ആണ്, പകരമില്ലാത്ത സ്നേഹം. നമ്മൾ ആലോചിച്ച് നോക്കുക, അത് പകരമില്ലാത്ത സ്നേഹം നമുക്ക് പറ്റുമോ? ഞാൻ എന്തിനാണ് എൻ്റെ മക്കളെ സ്നേഹിക്കുന്നത്? എൻ്റെ മക്കൾ എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നു? ഭൗതികമായ ചില സംരക്ഷണങ്ങളും ചില സൗകര്യങ്ങളും അല്ലേ കാരണം? അതല്ല വദൂദ്. അവനാണ് അല്ലാഹു. ഒന്നും നമ്മളിൽ നിന്നുള്ള പ്രതീക്ഷിക്കുന്നില്ല, നമ്മളെ സ്നേഹിക്കുന്നു. അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന, നാം സ്നേഹിക്കേണ്ട അല്ലാഹു, ആ അല്ലാഹുവിൻ്റെ സംസാരമാണ് സഹോദരങ്ങളെ അല്ലാഹുവിൻ്റെ ഖുർആൻ എന്ന് പറയുന്നത്. അത് പുസ്തകമല്ല, കടലാസുകളല്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയത്. ഖുർആൻ എന്ന് പറയുമ്പോൾ നമ്മളെ മുമ്പിലേക്ക് എത്തുന്ന ഒരു ചിത്രം, 2 ചട്ടകൾക്കുള്ളിലുള്ള കുറേ പേജുകളാണ്. അതല്ല ഖുർആൻ. ആ പേജുകൾ മറിക്കുമ്പോൾ അള്ളാഹു നമ്മളോട് സംസാരിക്കണം. ആ വരികൾ, അതാണ്. നമുക്ക് എപ്പോഴെങ്കിലും അത് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നമ്മളെപ്പോഴും ചിന്തിക്കണം സഹോദരന്മാരെ. അതുകൊണ്ട് റബ്ബുമായുള്ള നമ്മുടെ കണക്ഷൻ, റബ്ബിനെ മനസ്സിലാക്കാൻ നാം ഉപയോഗിക്കേണ്ട കണക്ഷൻ ഈ ലൈവായി ഖുർആനിനെ അനുഭവിക്കലാണ്, ആസ്വദിക്കലാണ്. അങ്ങനെ മറിച്ചിടല്ല പേജ്. അള്ളാഹുവിൻ്റെ സംസാരവും നമ്മളും തമ്മിലുള്ള കണക്ഷൻ അതിമനോഹരമാണ്. നമ്മളത് മനസ്സിലാക്കണം, നമ്മളത് അറിയണം. അപ്പോഴേ നമുക്ക് അള്ളാഹുവിനെ കിട്ടും. നോക്കൂ, ഒന്നാമത്തെ കാര്യം, അള്ളാഹു താല ഖുർആനിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് ഡയറക്റ്റായിട്ടാണ്, നേർക്ക് നേരെ, മുഖാമുഖം. അല്ലേ? നിങ്ങൾ ഈ ചുമരുകളിലുള്ള ഖുർആനിൻ്റെ ഏത് പേജ് എടുത്ത് നിങ്ങൾ മറിച്ചു നോക്കൂ. ഞാനിത് പറഞ്ഞ ശേഷം എന്നിട്ട് നിങ്ങൾ വായിച്ചു നോക്കൂ, നിങ്ങൾക്ക് അനുഭവപ്പെടും അള്ളാഹു എന്നോട് സംസാരിക്കുകയാണ്, എന്നോട് ഡയറക്റ്റായിട്ടാണ്. എവിടെ വേണമെങ്കിലും നിങ്ങൾ നോക്കൂ. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. എന്നോടാ ചോദിച്ചു, അല്ലയോ മനുഷ്യ, ഞാനല്ലേ അത്. മാ ഗർറക ബിറബ്ബിക്കൽ കരീം, കരീമായ നിന്റെ റബ്ബിനെ വഞ്ചിച്ചത് എന്താണ് മനുഷ്യ? നിന്റെ റബ്ബിനെ കുറിച്ച് നീ എന്തോ അല്ലേ വഞ്ചിക്കപ്പെട്ടതല്ലേ നമ്മൾ? മാ ഗർറക ബിറബ്ബിക്കൽ കരീം. ആരാണ് ആ റബ്ബ്? അല്ലദീ ഖലഖക. കാന്ന് ശ്രദ്ധിച്ചോ ഇനി ഖുർആൻ ഓതുമ്പോഴൊക്കെ. അല്ലദീ ഖലഖക, നിന്നെ സൃഷ്ടിച്ച. ഫസവ്വാക, നിന്നെ വ്യവസ്ഥപ്പെടുത്തിയ. നോക്കൂ, നമ്മുടെ ശരീരം മുഴുവൻ അള്ളാഹുവിൻ്റെ വ്യവസ്ഥകളാണ്. ഏതെങ്കിലും ഒരു ഡിസൈനർ വന്നോ മനുഷ്യൻ എന്ന ഈ രൂപത്തെ ഇങ്ങനെയല്ല ഡിസൈൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് വന്നോ? മൂക്ക് ഇവിടെ അല്ല വേണ്ടത്, മൂക്കിന് 2 ഓട്ടയല്ല 1 മതിയായിരുന്നു. ആരെങ്കിലും പറഞ്ഞോ? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. എത്ര മനോഹരമാണ് അള്ളാഹു അത് ചെയ്തത് എന്നതാണ്. ശരിയായ അവസ്ഥയിൽ ഫഅദലക, നിന്നെ വളരെ ശരിയായ അവസ്ഥയിൽ. ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല മനുഷ്യ സൃഷ്ടിപ്പിൽ ചില ന്യൂനതകളുണ്ട്, അതൊന്ന് അടുത്ത ക്രിയേഷനിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തണം. ആരും പറഞ്ഞു? കേട്ടോ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞത്? ഒരുപാട് പണ്ഡിതന്മാർ കഴിഞ്ഞു പോയല്ലോ, സയന്റിസ്റ്റുകൾ വന്നല്ലോ. ആരും പറഞ്ഞില്ല, ഒരു ഡിസൈനേഴ്സും പറഞ്ഞില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യന്റെ രൂപത്തിന് അന്ന് മുതൽ ഇന്ന് വരെ വല്ല മാറ്റമുണ്ടോ? എന്തൊക്കെ മാറി, നമ്മൾ ആകെ മാറിയില്ലേ? അല്ലേ? എല്ലാം മാറി. വാഹനങ്ങൾ മാറി, വീടുകൾ മാറി, എല്ലാം മാറി. അന്നത്തെ ഡിസൈൻ അല്ല ഇന്ന്. പക്ഷെ മനുഷ്യന്റെ ഡിസൈനിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇങ്ങനെയുള്ള നോക്കൂ, ഇവിടെയൊക്കെ അള്ളാഹു ക ക ക എന്നാ പറഞ്ഞത്, ഡയറക്റ്റ് നമ്മളോടാ. ഇത് ഒരു വചനമല്ല, നിങ്ങൾ ഖുർആനിൽ എവിടെ വേണമെങ്കിലും എടുത്ത് പരിശോധിച്ചോ. ഒന്നാമത്തെ കാര്യം അതാണ്, റബ്ബിനെ നാം അറിയേണ്ടത് ഇങ്ങനെയാണ്. റബ്ബ് എന്നോട് നേർക്ക് നേരെ സംസാരിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. ആ സംസാരത്തെ നമുക്ക് കിട്ടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സംസാരിക്കുന്ന ആ സംസാരത്തെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയണം. അതാണ് പ്രധാനം. അപ്പോഴേ നമുക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും. രണ്ടാമത്തെ കണക്ഷൻ, അള്ളാഹുവും നമ്മളും തമ്മിലുള്ള രണ്ടാമത്തെ കണക്ഷൻ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സംസാരം പേഴ്സണൽ ടോക്കാണ്. വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കുകയാണ് അള്ളാഹു. ഖുർആനൊന്ന് മറിക്കുക നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന്, എന്നിട്ട് വായിച്ചു നോക്കൂ.
അത് നിങ്ങളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടതാണ്, വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. എവിടെ വേണമെങ്കിലും വായിച്ചോ, ഏത് സൂറത്ത് വേണമെങ്കിലും, ഏതായത്ത് വേണമെങ്കിലും. നോക്കൂ, നമുക്കൊക്കെ പരിചയമുള്ള ഏതാനും വചനങ്ങൾ ഞാൻ വായിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. അലം നശ്റഹ് ലക സദ്റക്. അർത്ഥമൊന്നും പറയണ്ടല്ലോ അല്ലേ, എന്നോട് ചോദിക്കണം. അലം നശ്റഹ് ലക സദ്റക്. എടോ, നിന്റെ ഹൃദയത്തെ, നിന്റെ മനസ്സിനെ നാം നിനക്ക് വിശാലമാക്കി തന്നില്ലേ? വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ലഹ്റക. ഒക്കെ കാണ്. കാരണം എന്താ? എന്നോട് പേഴ്സണലായ പറയുന്നത്. എന്താ പറഞ്ഞത്? വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ലഹ്റക. നിന്റെ മുതുകൊടിയുമായിരുന്ന ഭാരമുണ്ടായിരുന്നു നിന്റെ തലയിൽ, നിന്റെ ചുമലിൽ. ആ ഭാരം ഞാൻ നിനക്ക് ഇറക്കി വെച്ച് തന്നില്ലേ? തന്നോ? അല്ലേ? എല്ലാവരും അവനവനെ പറ്റി ചിന്തിച്ചാൽ മതി, ആരെപ്പറ്റി ചിന്തിക്കണം. അള്ളാഹു നമ്മളോട് സംസാരിക്കാണ്, നമ്മളോട് സംസാരിക്കാണ്. വറഫഅനാ ലക ദിക്റക. നിന്റെ പ്രസിദ്ധി, നിന്റെ കീർത്തി നാം ഉയർത്തിയില്ലേ? എന്താണ് ആ വചനങ്ങൾ? ശ്രദ്ധിച്ചു നോക്കൂ. അലം നശ്റഹ് ലക സദ്റക. ഞാൻ എന്നെക്കുറിച്ചാണ് ആലോചിക്കുന്നത്, എന്നെക്കുറിച്ച് മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു കുടുസായ മനസ്സിൻ്റെ ഉടമയായിരുന്നു ഞാൻ. കാരണം എനിക്ക് വിശാലമാകാനുള്ള ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അത്ര പ്രതിസന്ധിയിലായിരുന്നു ഞാൻ ജീവിച്ചത്. അടുത്തതും എന്നെ പറ്റിയാ. അതെന്താ? വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ലഹ്റക. പിരടി ഒടിയുമായിരുന്ന, ചുമൽ ഒടിയുമായിരുന്ന, താങ്ങാനാവാത്ത ഭാരമായിരുന്നു എൻ്റെ തലയിൽ. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ തലയിലുള്ള ഭാരം എത്ര ശക്തമായിരുന്നു എന്ന്. വല്ലാത്ത ഭാരമായിരുന്നു. എൻ്റെ പിതാവ് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ദരിദ്രനായിരുന്നു, ഏറ്റവും വലിയ ദരിദ്രൻ. 10 പൈസ തരാൻ, സ്കൂളിലേക്ക് പോകാൻ 10 പൈസ, ബസ്സിൽ കയറാൻ അന്ന് 10 പൈസയെ വേണ്ടതുള്ളൂ. അത് തരാനില്ലാത്തത് കൊണ്ട് എൻ്റെ ഉപ്പ സങ്കടപ്പെട്ട് കരയുന്നത് എൻ്റെ മുമ്പിൽ ഇപ്പോഴുമുണ്ട്. ഇപ്പൊ ഞാൻ ആരാ? സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ സഹോദരൻ, അള്ളാഹു നമ്മളോട് സംസാരിക്കും. എല്ലാവരും അവരവരെ കുറിച്ച് ചിന്തിച്ചത് തീർന്നോ? ഇല്ല. വറഫഅനാ ലക ദിക്റക. നീ ആരായിരുന്നു? ആരും അറിയാത്തൊരു സാധനം അല്ലേ? ഇപ്പോഴോ ഒരു 10 ആളെങ്കിലും നമ്മളെയൊക്കെ അറിയില്ലേ? വറഫഅനാ ലക ദിക്റക. അതുകൊണ്ട് മനുഷ്യ അറിയണം, ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. നമ്മളോട് പറയാം. അതുകൊണ്ടോ ജീവിതത്തിൽ വല്ല പ്രതിസന്ധികൾ വന്നാൽ, ഒരു പാൻഡമിക് സിറ്റുവേഷൻ ആണ് എന്ന് പറഞ്ഞിങ്ങനെ മാറി നിൽക്കാതെ, പേടിച്ചരണ്ട് നിൽക്കാതെ നീ അറിയണം, ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. എല്ലാ ഞെരുക്കത്തിന്റെ കൂടി ഒരു എളുപ്പമുണ്ടാവും. നീ ഒരു കയറ്റുണ്ടെങ്കിൽ ഒരിറക്കം ഉറപ്പാ. ഇന്ന മഅൽ ഉസ്രി യുസ്റ. നമ്മളതിന് എന്താ ചെയ്യേണ്ടത്? പേടിക്കണ്ട, പേടിക്കണ്ട. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ എപ്പോഴാണ് നോക്കൂ, നമ്മുടെ കുട്ടികളൊക്കെ പോകുന്നത് എങ്ങോട്ടാ? ഏറ്റവും പുതിയ കണക്ക് ഇന്നലെ നിങ്ങൾ വായിച്ചില്ലേ? നമ്മുടെ സാമൂഹ്യക്ഷേമ വകുപ്പ് പുറത്തുവിട്ട ഒരു കണക്കുണ്ട്. ഞാൻ അതിൻ്റെ എണ്ണം പറയൂല. ഈ കോവിഡ് വന്ന ശേഷം കേരളത്തിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ എണ്ണം. എന്തേ കുട്ടികൾ ആത്മഹത്യ ചെയ്ത്? ആരാണ് ഇതിന് ഉത്തരവാദി? നമ്മളാണ് ഉത്തരവാദി. അള്ളാഹുവിനെ പറഞ്ഞു കൊടുക്കാത്ത നമ്മൾ. അള്ളാഹുവിൻ്റെ റിയൽ ടോക്ക്, വളരെ ഡയറക്റ്റ് ആയിട്ട് മനുഷ്യനോട് സംസാരിക്കുന്ന, പേഴ്സണലായി മനുഷ്യനോട് സംസാരിക്കുന്ന ഈ സംസാരം ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നതിൽ രക്ഷിതാക്കളെ, മുതിർന്നവരെ നാം അമാന്തം കാണിച്ചു. അതാണ് പ്രശ്നം. ഖുർആൻ ക്ലാസ്സൊക്കെ ഉണ്ട്, പക്ഷേ അതെന്തായിട്ടില്ല? ഖുർആനായിട്ടില്ല, ക്ലാസ്സേ ആയിട്ടുള്ളൂ. അതൊന്നും പോരാ. ഖുർആൻ ഈ മക്കളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എന്താണ് സംവിധാനം എന്ന് പരിശോധിക്കണം. അപ്പോഴേ രക്ഷപ്പെടുള്ളൂ. നിങ്ങൾ ഏത് വചനം വേണമെങ്കിലും വായിച്ചോ. ഞാനൊരു ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. നോക്കൂ, മൂന്നാമത് അള്ളാഹുവും നമ്മളുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് ഭയങ്കര അത്ഭുതകരമായൊരു കണക്ഷൻ. അതെന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ സംസാരം വെൽ പ്ലാൻഡാണ്, വളരെ ആസൂത്രിതമാണ്, വളരെ വളരെ ആസൂത്രിതം.
നിങ്ങൾ ഖുർആൻ്റെ ഏത് ഭാഗം എടുത്ത് വായിച്ചു നോക്കും, അത് എത്ര ആസൂത്രിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ആസൂത്രണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ആയിരിക്കുമല്ലോ, കാരണം ഇത് മുഴുവൻ ഈ രൂപത്തിൽ പ്ലാൻ ചെയ്ത് സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന മുദബ്ബിറായ റബ്ബിന്റെ സംസാരം പ്ലാൻഡ് ആവൂലേ? ഉറപ്പല്ലേ ആവും. എത്ര പ്ലാൻ ആണെന്നോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നത് പറയുന്നുണ്ട്, വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു. ഗൈബിന്റെ ഖജാനകൾ, ഗൈബ് ഒരു ഖജാനയാണെന്ന്, ഖജാനയിൽ നിറച്ചു വെച്ചിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് എഴുതിക്കോ. അതിന്റെ താക്കോലുകളുള്ളത് റബ്ബിന്റെ അടുത്താണ്, അവന് മാത്രമേ അതിനകത്ത് എന്തെന്നറിയൂ. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുമുള്ളത് എന്താണെന്നറിയുന്നവൻ. നമുക്കറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ബീച്ചിലേക്ക് അങ്ങോട്ട് പോയാൽ, ഈ കടലിന്റെ നടുവിലേക്ക് പോയാൽ, കടലിന്റെ എത്ര ആഴത്തിൽ ഏത് മത്സ്യം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. നിങ്ങൾ എന്നോട് പറയുന്നത് ബോട്ടിൽ ഇപ്പം റഡാറുണ്ട്, നോക്കിയാൽ കാണുന്നൊക്കെ, അതൊക്കെ ഒരു ചെറിയ സംവിധാനം മാത്രം. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയുള്ളതാണ് അത്ഭുതം. റബ്ബിന്റെ അടുത്ത വാക്ക് ശ്രദ്ധിച്ചോ, വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. ആലോചിക്കാൻ പറ്റുമോ നമുക്കിത്? ഒരു ഉണങ്ങിയ വൃക്ഷത്തിൽ നിന്ന് നോക്കൂ, എത്ര ഭൂഖണ്ഡങ്ങളാണ് നമുക്കുള്ളത്. ഏത് ഭൂഖണ്ഡങ്ങളിലെ ഏത് വനാന്തരങ്ങളിലും ഒരു ഉണങ്ങിയ വൃക്ഷത്തിൽ നിന്ന് ഒരു ഇല താഴെ വീഴുന്നുവെങ്കിൽ അത് അള്ളാഹു അറിയാതെ വീഴുന്നില്ല. സുബ്ഹാനല്ലാഹ്. ചിന്തിക്കാൻ നമുക്കത്. ഒരു ഇല ഇപ്പോൾ അവിടെ വീണല്ലേ, അത് മാത്രമല്ല, ഈ ഇല വീഴുന്നത് മാത്രമല്ല, അത്ഭുതം എന്താണെന്ന് അറിയാം എനിക്ക്. ഒരു ഇല വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീഴുമ്പോൾ എത്ര പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്തിട്ടാണ് അത് താഴെ വീഴുക നമുക്കറിയോ? ഒന്ന് നോക്കി, എൻ്റെ ഇല വീഴുമ്പോൾ അങ്ങനെ ഒരു വീഴല്ല, അങ്ങനെ നമ്മൾ വിചാരിച്ചത് ഇങ്ങനെ, നമ്മൾ പറയും അത് കാറ്റടിച്ചപ്പോൾ അങ്ങനെ ഇപ്പോൾ അല്ല, അത് പ്ലാൻഡാണ്. ഇത് മാത്രമല്ല, ആ ഇല താഴെ വീഴുമ്പോൾ അടിയിൽ മണലുണ്ടെങ്കിൽ കുറച്ച് മണൽത്തരികൾ ആ ഇല വീണ പവർ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അത് പ്ലാൻഡാ. സുബ്ഹാനല്ലാഹ്. ഇതാണ് അള്ളാഹു. നമ്മൾ അറിയണ്ടേ ഈ അള്ളാഹുവിനെ? ഇത്ര സൂക്ഷ്മമായാണ് അള്ളാഹുവിൻ്റെ ഭരണം, അള്ളാഹുവിൻ്റെ നിരീക്ഷണം, അള്ളാഹുവിൻ്റെ സംസാരം. നമ്മളറിയണം സഹോദരന്മാരെ, വളരെ പ്ലാൻഡാണ്. ഒന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ആസൂത്രിതമായല്ലാതെ അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, നമ്മളെല്ലാവരും ഓർക്കണം, ഏത് സമാധാനമില്ലായ്മ, ഏത് പാൻഡമിക് സിറ്റുവേഷൻ എന്ന് നിങ്ങൾ പറഞ്ഞാലും, എത്ര വേദനാജനകമായ അവസ്ഥ വന്നാലും മടങ്ങുക നിങ്ങൾ ഖുർആനിന്റെ ഉള്ളിലേക്ക്, അതിനെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കുക. നിങ്ങൾക്ക് കാണാം അതിൻ്റെ ആ വ്യത്യാസം, മാറ്റം. ഇത് അത്ഭുതകരമാണ് സഹോദരന്മാർ. കാരണം ഇത് അള്ളാഹുവിൻ്റെ സംസാരമായതുകൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നാലാമത്തെ കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, അള്ളാഹുവിൻ്റെ സംസാരം അള്ളാഹുവിൻ്റേതായതുകൊണ്ട് തന്നെ അത് റിലവൻ്റാണ്. ഏത് കാലത്തേക്കും അനുയോജ്യമായതാണ്, ഏത് സന്ദർഭത്തിലേക്കും അനുയോജ്യമായതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സെയിം എഡിഷനാണ് ഇന്നുള്ളത്. മാറിയോ? കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു ബുക്ക്, അത് നന്നായി മാർക്കറ്റിൽ വിൽക്കപ്പെടുന്ന ഒരു ബുക്കാണെങ്കിൽ, അത് ഈ വർഷം പുനഃപ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം എഴുതി ചേർത്തിട്ടുണ്ടാവും ന്യൂ എഡിഷൻ, ഇന്ന ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കിയേ, ഖുർആനിൽ എവിടെയെങ്കിലും ഖുർആൻ ഒരു ന്യൂ എഡിഷൻ ഉണ്ടോ? നോ. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അത് എല്ലാ കാലഘട്ടത്തിലേക്കും എല്ലാ സന്ദർഭത്തിലേക്കും പറ്റിയ ഒന്നാണ് എന്നതാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇത്ര മനോഹരമായ 4 സവിശേഷതകൾ ഞാൻ എണ്ണി പറഞ്ഞു. ഈ 4 സവിശേഷതകളുള്ള മറ്റൊരു പുസ്തകം, മറ്റൊരു സൃഷ്ടി, മറ്റൊരു സംസാരം, മറ്റൊരു പ്രസംഗം നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ കഴിയുമോ? പറ്റില്ല. ഒരു ഭാഷയിലുമില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കടിമില്ലാത്ത വിധം ബുദ്ധിയുള്ള സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു വെല്ലുവിളി നടത്തി. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. നോക്കൂ, അള്ളാഹുവിനെ നമ്മൾ അറിയണം. അള്ളാഹുവിൻ്റെ വെല്ലുവിളിയാണ്.
നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടോ? റൈബുണ്ടോ എന്നാ ചോദിച്ചു. റൈബ് എന്ന് പറഞ്ഞാൽ സംശയമല്ല, പക്ഷേ സംശയം എന്ന് പറയാനേ മലയാളത്തിൽ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണ് റൈബ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണെന്നറിയോ? റൈബ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. സാധാരണ സംശയമല്ല, വല്ലാത്ത അസ്വസ്ഥത. അങ്ങനെ നിങ്ങൾക്കുണ്ടോ? എങ്കിൽ വെല്ലുവിളി നിലനിൽക്കുന്നു. ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, കൊണ്ടുവരൂ ഒരധ്യായമെങ്കിലും ഇതുപോലെയുള്ളത്. സാധിച്ചോ ആർക്കെങ്കിലും? സാധിച്ചില്ല. എന്തുകൊണ്ട് സാധിക്കാതെ പോയി എന്ന് വെച്ചാൽ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമായതുകൊണ്ടാണ് സാധിക്കാതെ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അറിയണം, അള്ളാഹുവിനെ നമ്മൾ അറിയേണ്ടത് അള്ളാഹുവിൻ്റെ ഈ സംസാരത്തിലൂടെയാണ്. അതുകൊണ്ട് എല്ലാവരും തീരുമാനിക്കണം, ഈ സംസാരത്തെ അള്ളാഹുവിനെ അറിയാവുന്ന രീതിയിൽ അതിനെ നാം കേൾക്കണം. അങ്ങനെ കേൾക്കണം. അതാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി ഖുർആൻ ലേണിംഗ് പരീക്ഷ എഴുതാനുണ്ട് എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് വേണ്ടി വായിക്കാനിരുന്നാൽ അള്ളാഹിനെ കാണാൻ കഴിയില്ല. അപ്പം നിങ്ങൾക്ക് പരീക്ഷയെ കാണുള്ളൂ, അവാർഡേ കാണുള്ളൂ, സർട്ടിഫിക്കറ്റേ കാണുള്ളൂ. അള്ളാഹുവിനെ കാണണമെങ്കിൽ നിങ്ങൾ വളരെ ശാന്തമായ സന്ദർഭത്തിൽ ഹൃദയം തുറന്നു വെച്ച്, ഞാനീ പറഞ്ഞ 4 പോയിന്റുകൾ മുമ്പിൽ വെച്ച് നിങ്ങൾ ഖുർആൻ മറിച്ചു നോക്കൂ. അത് കിട്ടും, ഒരു സംശയവും വേണ്ട. അതാണ് ചരിത്രം. അതിന് വലിയ വിജ്ഞാനമൊന്നും വേണ്ട, ഒരുപാട് ഖുർആൻ ക്ലാസ്സിലൊന്നും പോണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച കഥ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടില്ലേ? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ കാരണം എന്തായിരുന്നുവെന്ന്? റസൂലുള്ളാഹിൻ്റെ പ്രാർത്ഥനയുണ്ട്. പ്ലസ് എന്താ സംഭവിച്ചത്? തൻ്റെ സഹോദരി ഫാത്തിമ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആനിലെ ത്വാഹ എന്ന അധ്യായത്തിലെ ഏതാനും വരികളെ അദ്ദേഹം കേട്ടിട്ടുള്ളൂ. പക്ഷേ എന്താ സംഭവിച്ചത്? ഏതാനും വചനങ്ങൾ, 5 or 6 വചനങ്ങൾ. ആ വചനങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി വാൾ മൂർച്ച കൂട്ടി ഉറയിൽ നിന്ന് വാളൂരി കയ്യിൽ പിടിച്ച് പുറത്തേക്ക് വന്ന ഉമർ ആരായാ തിരിച്ചു വരുന്നത്? എന്താ സംഭവിച്ചത്? നോക്കൂ, ഈ വിശുദ്ധ ഖുർആനിന്റെ ശബ്ദവും ശുദ്ധ പ്രകൃതിയുള്ള മനുഷ്യന്റെ ഹൃദയവും തമ്മിൽ നടത്തുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്, രാസപ്രവർത്തനം. അത് നമ്മൾ ലാബിലൊന്നും കൊണ്ടുപോയി ഇട്ടാൽ കാണൂലേ. അത് അല്ലാഹു തആല പ്രത്യേകമായി സൃഷ്ടിച്ച മനുഷ്യ ശരീരമെന്ന ലാബിൽ അതിലേക്ക് വിശുദ്ധ ഖുർആൻ എന്ന റബ്ബിൻ്റെ സംസാരം കയറുമ്പോൾ നടക്കുന്ന രാസപ്രവർത്തനമാണ്. ആ പ്രവർത്തനമാണ് ഉമറിൽ സംഭവിച്ചത്. അതും ഒരു പെണ്ണിൻ്റെ ശബ്ദം, ഫാത്തിമയുടെ ശബ്ദം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ ആ അള്ളാഹുവിൻ്റെ സംസാരത്തിൻ്റെ ശക്തിയാണത്, അതിൻ്റെ പവറാണ്. അതിൻ്റെ പവർ എത്ര ശക്തമാണെന്നോ, നിങ്ങളെപ്പോഴും ഇമാമുമാർ ഓതുന്ന ഒരു വാചകം കേട്ടിട്ടില്ലേ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ, ഈ ഖുർആൻ എങ്ങാണ്ട് ഒരു പർവ്വതത്തിൻ്റെ മുകളിലായിരുന്നു നാം അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ, അങ്ങനെ ഉണ്ടാവോ? എങ്കിൽ അല്ലാഹ് പറയാം, അല്ലാഹ് പറയുന്നത് കളവാവില്ലല്ലോ. ഇത് ഭാവനയല്ല, ഉദാഹരണമല്ല. ലറഅയ്തഹു, ആ പർവ്വതത്തെ നിനക്ക് കാണാം, നീ നോക്കി നിന്നോ, നിനക്ക് കാണാം. ഖാശിഅൻ, അത് പേടിച്ചു നിൽക്കും ആ പർവ്വതം. മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്, ദൈവ ഭയത്താൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ ആ പർവ്വതം പൊട്ടി പൊട്ടി തകരുന്നത് നിനക്ക് കാണാം. പക്ഷേ ഖുർആൻ അവതരിപ്പിച്ചത് എവിടെയല്ല? പർവ്വതത്തിൻ്റെ മുകളിലല്ല. ആണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അവതരിപ്പിച്ചത് എവിടെയായിരുന്നു? ഏത് ഡിവൈസിലാണ് അള്ളാഹു ഖുർആൻ നൽകിയത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അന്ന് ബുക്കില്ലല്ലോ, കടലാസില്ലല്ലോ. അള്ളാഹു തആല കൃത്യമായി പരിചയപ്പെടുത്തി, അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. അലാ ഖൽബിക, നബിയെ നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നാം ആ ഖുർആനിനെ തന്നത്, ഹൃദയത്തിലേക്കാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പൊട്ടിപ്പോയത്, തകർന്നു പോയത്. എത്ര സ്ഥലങ്ങളിലാണ് തിരുമേനിക്ക് നിയന്ത്രണം വിട്ടുപോയത്? എത്ര സ്ഥലങ്ങളിലാണ്. ഒരിക്കൽ തിരുമേനി പറഞ്ഞില്ലേ, സൂറത്ത് ഹൂദ് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിരുമേനി പറഞ്ഞു, ശയ്യബത്നി ഹൂദുൻ വഅഖവാതുഹാ. തിരുമേനിയുടെ തലയിൽ കുറച്ചു നേരം ഉണ്ടായിരുന്നുള്ളൂ, കുറച്ചു നേരം. തിരുമേനി പറഞ്ഞു, ഹൂദും
അവയുടെ സഹോദരികളുമാണ് എൻ്റെ തല നിരപ്പിച്ചത്. പേടിച്ചു പോയിട്ട് നമ്മളെ എത്ര പ്രാവശ്യം ഹൂദ് വായിച്ചു. സഹോദരികളൊക്കെ നബി എണ്ണി പറഞ്ഞു. മുർസലാത്ത് അതിൽപ്പെട്ടതാണ്, സൂറത്തുൽ വാഖിയ അതിൽപ്പെട്ടതാണ്, അമ്മ യതസാഅലൂൻ അതിൽപ്പെട്ടതാണ്. ഇതൊക്കെ നമ്മൾ എത്ര തവണ വായിച്ചു. ഒന്ന് നരച്ചോ നമ്മൾ എവിടെയെങ്കിലും? എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് മനസ്സിലാണില്ല, അള്ളാഹുവിനെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിനെ കിട്ടാൻ നോക്കൂ. ഞാൻ ഈ പറഞ്ഞ വചനമുണ്ടല്ലോ, ഈ പർവ്വതത്തിൻ്റെ മുകളിലായിരുന്നു ഖുർആൻ അവതരിപ്പിച്ചതെങ്കിൽ ഈ പർവ്വതം പൊട്ടിപ്പൊട്ടി തകരുമായിരുന്നു എന്ന് നിങ്ങളൊന്ന് ഭാവനയിൽ കണ്ടു നോക്കൂ. അപ്പം അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, ഈ പർവ്വതങ്ങളെക്കാൾ ഈ കല്ലുകളെക്കാൾ എത്ര കടുപ്പമുള്ളതാണ് നമ്മുടെ ഹൃദയങ്ങൾ. നമുക്കൊന്നും സംഭവിക്കണില്ലല്ലോ. നമുക്ക് എന്തേ സംഭവിച്ചോ? ഇതാ വഖഅത്തിൽ വാഖിഅ, എന്തേ സംഭവിച്ചോ? ഒന്നും ഉണ്ടായില്ല. ഒരു ഒച്ച കേട്ടു എന്നല്ലാതെ നമുക്ക് പേടി വന്നോ? ഭയപ്പെട്ടോ? സത്യത്തിൽ സഹോദരങ്ങളെ, ഇവിടെയാണ് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, നമ്മൾ അള്ളാഹുവിനെ അറിയാനുള്ള രണ്ടാമത്തെ മാർഗം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഈ സംസാരത്തെ നോക്കൂ, കേൾക്കേണ്ട വിധം കേൾക്കണം. ഹൃദയം കൊണ്ട് കേൾക്കണം, ഹൃദയം കൊണ്ട് വായിക്കണം, ഹൃദയം കൊണ്ട് പഠിക്കണം. അള്ളാഹുവിനെ അറിയണം, കാണണം എന്ന ആഗ്രഹത്തോടു കൂടി പഠിക്കണം. തീർച്ചയാണ് സഹോദരന്മാരെ, അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും. ഇത് വളരെ പ്രധാനമാണ്. നോക്കൂ, വിശുദ്ധ ഖുർആൻ നിറയെ ഇതാണ്. ഇത് വിശ്വാസികളോട് മാത്രമല്ല, ഖുർആൻ വിശ്വാസികൾക്ക് മാത്രമുള്ള ഗ്രന്ഥമല്ല. അതുകൊണ്ടാണ് ഞാൻ ഓതി വെച്ച സൂറത്ത് ബഖറയിലെ വചനം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഞാൻ അർത്ഥം പറയണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാലോ. വിളിച്ചത് ആരെയാണ്? മനുഷ്യരെ എന്നാണ് വിളിച്ചത്. ആരെയല്ല, വിശ്വാസികളെ എന്നല്ല വിളിച്ചത്. എന്താ കാരണം? അള്ളാഹു മനുഷ്യരുടേത് മുഴുവനുമാണ്, വിശ്വാസികളുടെ മാത്രമല്ല. അള്ളാഹുവിന് പറയാനുള്ള ഈ സംസാരം മനുഷ്യരോട് മുഴുവനുമാണ്, വിശ്വാസികളോട് മാത്രമല്ല. അതുകൊണ്ടാണ് യാ അയ്യുഹന്നാസ്, മുഴുവൻ ജനങ്ങളെയുമാണ് വിളിച്ചത്. ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യണം. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണെന്നുള്ളത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിസ്കരിച്ച അസർ നമസ്കാരത്തിൻ്റെ പേരല്ല ഇബാദത്ത്. അത് ഇബാദത്താകണമെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അഗാധമായ സ്നേഹത്തിൽ നിന്നായിരിക്കണം ഇബാദത്തുകൾ ഉത്ഭവിക്കേണ്ടത്. ഭയങ്കരമായ അള്ളാഹുവിനോടുള്ള ഇഷ്ടം, ആ ഇഷ്ടമായിരിക്കണം അള്ളാഹുവിൻ്റെ മുമ്പിൽ അല്പസമയം ഇരിക്കാൻ, അള്ളാഹുവിനോടൊരു സ്വകാര്യം പറയാൻ നമുക്ക് കാരണമാകേണ്ടത്. അപ്പോഴത് ഇബാദത്താകും. ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ച സഹോദരന്മാരെ, റബ്ബിനെ എന്നാ പറഞ്ഞത്. റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാന്ന് നിങ്ങൾക്കറിയോ? റബ്ബ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. 3 സവിശേഷതകളാണ് റബ്ബിനുള്ളത്. ഒന്ന് അൽ ഖാലിഖു, സൃഷ്ടാവ്. 2 അൽ മാലിക്കു, ഉടമസ്ഥൻ, എല്ലാറ്റിൻ്റെയും ഉടമസ്ഥാവകാശമുള്ളവൻ. 3-ാമത്തേത് അൽ മുദബ്ബിർ, എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ. ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റബ്ബക്കും എന്നാണ് പറഞ്ഞത്, ഇലാഹക്കും എന്നല്ല പറഞ്ഞത്. എന്താ കാര്യം? ഇലാഹക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് ആർക്ക് മാത്രമാകുമായിരുന്നു? വിശ്വാസികൾക്ക് മാത്രമാകുമായിരുന്നു. അപ്പൊ റബ്ബിനെ ആരറിഞ്ഞാൽ പോരാ? വിശ്വാസി എന്ന് പറയുന്നവൻ മാത്രം അറിഞ്ഞാൽ പോരാ, എല്ലാവരും അറിയണം. അതുകൊണ്ടാണ് സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ 2 വിധമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, ഒന്ന് റുബൂബിയ്യത്തിൻ്റെ നിഅമത്താണ്. അതെല്ലാവർക്കും അള്ളാഹു കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. നോക്കൂ, സൂര്യൻ ഉദിക്കുന്നത് വിശ്വാസിയുടെ മാത്രം ഭൂമിയിലാണോ? അല്ലല്ലോ. മഴ പെയ്യുന്നത് വിശ്വാസിയുടെ മാത്രം ഭൂമിയിലാണോ? ഇതല്ലേ അള്ളാഹു എല്ലായിടത്തും, അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവനും ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കാത്തവനും മഴ കിട്ടും. അതല്ലേ സംഗതി? നോക്കൂ, നമസ്കരിക്കുന്നവനും നമസ്കരിക്കാത്തവനും അള്ളാഹുവിന്റെ വായു ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു, അള്ളാഹുവിന്റെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിലുള്ള നിഅമത്ത് എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും ഉള്ളതാ. അള്ളാഹുവിനെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. എന്നാൽ സഹോദരങ്ങളെ, ഉലൂഹിയ്യത്തിലുള്ള നിഅമത്ത് അത് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. അതേതാ ഉലൂഹിയ്യത്തിലുള്ള നിഅമത്ത്?
അത് വെള്ളവും വെളിച്ചവും മഴയും വായുവും ഒന്നുമല്ല. മറിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ വന്നിരിക്കാൻ കഴിഞ്ഞത് ഉലൂഹിയത്തിൻ്റെ നിഅമത്താണ്. എല്ലാവർക്കും കഴിഞ്ഞിട്ടില്ലല്ലോ. ഹയ്യ അലൽ ഫലാഹ്, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ സുഖമുള്ള കിടപ്പറ വിട്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് വരാൻ സാധിക്കുന്നുവെങ്കിൽ അത് ഉലൂഹിയത്തിൻ്റെ നിഅമത്താണ്. രണ്ടും വ്യത്യാസമുണ്ട്. അള്ളാഹുവിനെ രണ്ട് രീതിയിലും നമ്മൾ അറിയണം. അപ്പോഴേ നമുക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ടവനായി മാറുകയുള്ളൂ. നോക്കൂ, നമുക്ക് എല്ലാവരോടും ഇത് പറയാം. റുബൂബിയ്യത്തിന്റെ നിഅമത്ത് ആസ്വദിക്കുന്ന എല്ലാവരും, എല്ലാ മനുഷ്യരും റുബൂബിയ്യത്തിന്റെ നിഅമത്ത് ആസ്വദിക്കുന്നവരാണ്. എല്ലാവരോടും പറയാം. അതുകൊണ്ട് നോക്കൂ, അള്ളാഹു വളരെ ബുദ്ധിപരമായാണ് പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് റബ്ബിനെ ആരാധിക്കണം? ഒറ്റ കാരണമേ ഉള്ളൂ, അല്ലദീ ഖലഖക്കും. ആർക്കും നോക്കൂ, ആരുടെ മുമ്പിലും അള്ളാഹുവിനെ അങ്ങനെയാണ് സഹോദരന്മാരെ യഥാർത്ഥത്തിൽ നാം പരിചയപ്പെടുത്തേണ്ടത്, നാം പരിചയിക്കേണ്ടത് അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, നിങ്ങൾ ഇവിടെ ഭയങ്കര രസമുള്ളൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അള്ളാഹു തആല ഒരിക്കലും ഞാനാണ് സൃഷ്ടിച്ചത് എന്ന് വീമ്പ് പറയുകയല്ല ചെയ്തത്. നമുക്കറിയാം, ഇവിടെ ദൈവങ്ങളാണെന്ന് സങ്കല്പിക്കപ്പെടുകയോ വിചാരിക്കപ്പെടുകയോ വിശ്വസിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരുപാട് ശക്തികളുണ്ട്. പക്ഷെ ഒരു ശക്തിയും ഇതുവരെ പറഞ്ഞിട്ടില്ല ഭൂമി സൃഷ്ടിച്ചത് ഞാനാണ്, നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങൾ മാത്രമല്ല, ഈ ദൈവമാണെന്ന് പറയുന്ന അവനെപ്പോലും സൃഷ്ടിച്ചത് അവനാണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമാണ് റബ്ബിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുമാത്രമല്ല, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചോ, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഉണ്ടാക്കിയ കാരണങ്ങളെപ്പോലും അള്ളാഹു ആദരിച്ചും ബഹുമാനിച്ചുമാണ് സംസാരിക്കുന്നത്. അതാണ് രസം. അള്ളാഹു ഉണ്ടാക്കിയ കാരണങ്ങളെപ്പോലും. ഇപ്പോൾ ഉദാഹരണമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സമ്പത്ത് അള്ളാഹു തന്നതല്ലേ? നമ്മളാരും ജനിച്ചു വരുമ്പോൾ പോക്കറ്റില്ലല്ലോ, നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലല്ലോ. എവിടുന്ന് കിട്ടി? നമ്മുടെ സാമർഥ്യം കൊണ്ടോ നമ്മുടെ ക്വാളിഫിക്കേഷൻ കൊണ്ടോ കിട്ടിയതാണോ? അല്ലല്ലോ, അള്ളാഹു തന്നതാ. അള്ളാഹുവിന് സമ്പത്താ. എന്നിട്ട് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയുന്ന ഒരു വാചകമുണ്ട്. അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കാൻ വേണം ശരിക്ക്. എന്താ പറഞ്ഞത്? മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനൻ. ആരാണ് അള്ളാഹുവിന് നല്ല കടം കൊടുക്കാനുള്ളത്? അള്ളാഹ്ക്ക് കടം കൊടുക്കുക. എന്താ അവിടെ ചെയ്തതെന്ന് അറിയങ്ങള്? അള്ളാഹുവിന് ആരുണ്ട് കടം കൊടുക്കാൻ എന്ന് ചോദിച്ചാൽ അള്ളാഹിന്റെ പൈസയാണ്, അള്ളാഹുവിന്റെ സമ്പത്താണ്. എന്നിട്ടും അള്ളാഹു നമുക്ക് തന്നു എന്നതുകൊണ്ട്, അള്ളാഹു നമുക്ക് തന്നു എന്ന കാരണത്തെ, നാം ആ പണമുണ്ടാക്കാൻ കാരണമായി എന്ന കാരണത്താൽ ആ കാരണത്തെ അള്ളാഹു ബഹുമാനിച്ചുകൊണ്ട് ചോദിക്കുകയാണ് മനുഷ്യരോട്, ആരുണ്ട് കടം തരാൻ? നമ്മൾ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിൻ്റെ ആ വിശാലത എത്രയാണെന്ന്. എല്ലായിടത്തും നോക്കൂ, മനുഷ്യനുണ്ടാകാനുള്ള കാരണക്കാരിൽ ഒന്നാണല്ലോ മാതാപിതാക്കൾ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചോ, അള്ളാഹു തആല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറയുന്നിടത്ത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് പറയുന്നു. എന്താ കാര്യം? ആ കാരണത്തെ അള്ളാഹു ബഹുമാനിക്കുന്നു എന്നതാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മനസ്സിലാക്കിയില്ല. അതാണ് ആ അള്ളാഹു തആല ആ കാരണത്തെ ബഹുമാനിക്കുമ്പോൾ അള്ളാഹുവിനെ നമ്മൾ ബഹുമാനിച്ചാൽ, സഹോദരന്മാരെ, എല്ലാ പ്രതിബന്ധങ്ങളും എല്ലാ പ്രയാസങ്ങളും ഈ അള്ളാഹു തീർത്തു തരും. നമുക്ക് അതിലൊരു സംശയം ഉണ്ടാകേണ്ടതില്ല. ആ സംശയം വന്നതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് ആ സംശയം വരാൻ പാടില്ലായിരുന്നു സഹോദരന്മാർ. ഒരിക്കലും നമുക്ക് അത്തരത്തിലുള്ള ഒരു സംശയം നമുക്ക് വരാൻ പാടില്ലായിരുന്നു. അവിടേക്കാണ് നാം എത്തേണ്ടത്. ഇനി നിങ്ങൾ ആലോചിക്കൂ, അല്ലാഹു തആല അല്ലാഹുവിനെ പറ്റി പരിചയപ്പെടുത്തി പറയുന്ന മുഴുവൻ സംഗതികളും അങ്ങനെയാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ. അല്ലാഹുവിനെ അറിയാൻ ശ്രമിക്കുക നാം. അല്ലാഹുവാണ് നിങ്ങൾക്ക് ഭൂമിയെ ഒരു വിരിപ്പ് പോലെ ആക്കി തന്നത്. നോക്ക്, ഭൂമിയിൽ എത്ര സൗകര്യപ്രദമായാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ. അല്ലാഹുവിൻ്റെ റുബൂബിയ്യത്തിൻ്റെ നിഅമത്ത് അല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയെ ഒരു വിരിപ്പ് പോലെ ആക്കി. ആരും നോക്കൂ, ഒരു ദൈവങ്ങളും പറഞ്ഞില്ലല്ലോ ഞങ്ങളാണ് ഭൂമി സൃഷ്ടിച്ചത് എന്ന്. പറഞ്ഞോ? ആർക്കും പറയാൻ കഴിയുകയില്ല സഹോദരന്മാരെ, ആർക്കും പറയാൻ സാധിക്കുകയില്ല. ഒരു മനുഷ്യനും ഒരു ദൈവത്തിനും പറയാൻ, ദൈവമാണെന്ന് പറയുന്ന ഒന്നിനും പറയാൻ കഴിയില്ല. ഫിറാശൻ,
എത്ര മനോഹരമാണ് ഭൂമി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളതിലിരിക്കുന്നു, ഉറങ്ങുന്നു, ബിൽഡിംഗ് പണിയുന്നു, യാത്ര ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. നമുക്ക് അനുഭവപ്പെടുന്നത് അങ്ങനെയാണ്, അല്ലേ? ജഅല ലക്കുമുൽ അർദ മഹ്ദൻ. മറ്റൊരിക്കൽ അള്ളാഹു പറഞ്ഞത് നിങ്ങൾക്ക് ഭൂമിയെ ഒരു തൊട്ടിലാക്കി തന്നു. നോക്കൂ, ഒരു കൊച്ചു കുഞ്ഞിനെ ഉറക്കുന്ന ഉമ്മ തൊട്ടിലുണ്ടാക്കിയിട്ടുണ്ടല്ലോ, കുട്ടിക്ക് സുഖമായി ഉറങ്ങാൻ വേണ്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റബ്ബിന് നമ്മളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ഈ ഭൂമിയെ നമുക്കൊരു തൊട്ടിടുപോലെ ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിന് ഏതുപോലെയാണോ തൊട്ടിൽ സംവിധാനിക്കുന്നത് അതുപോലെ ഈ ഭൂമിയെ എല്ലാ വസ്തുക്കളും നൽകി സംവിധാനിച്ചില്ലേ? എന്ത് രസാണ് അള്ളാഹുവിനെ നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടത് അങ്ങനെയല്ലേ സഹോദരന്മാരെ? ജഅല ലക്കുമുൽ അർദ മഹ്ദൻ. നമ്മൾ സൂറത്തുൽ മുൽക്ക് എപ്പോഴും ഓതാറില്ലേ? നോക്കൂ, അവിടെ പറയുന്ന വാചകം ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ. നിങ്ങൾക്കതിനെ ദലൂൽ, കീഴൊതുക്കി തന്നു ഭൂമിയെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു പർവ്വതത്തിൽ പോയി മനുഷ്യൻ വെട്ടിയപ്പോൾ ഏതെങ്കിലും ഒരു പർവ്വതം വിളിച്ചു പറഞ്ഞോ വെട്ടണ്ടാൻ, പൊട്ടിക്കണ്ടാൻ, കല്ലെടുക്കണ്ടാൻ? എന്തേ പറയാതിരുന്നത്? അതിന് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടാണോ? അല്ല, പർവ്വതങ്ങൾ സംസാരിക്കുന്നുണ്ട്. അള്ളാഹു താല കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് അള്ളാഹു താലയ്ക്ക് അത് പറയാൻ കഴിയുള്ളൂ, വിശ്വസിക്കല്ല, നിവൃത്തിയില്ല. പർവ്വതങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. അവയുടെ സംസാരം, അവയുടെ തസ്ബീഹ്, അവയുടെ റബ്ബിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആ ലാംഗ്വേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഭാഷയിൽ എന്തില്ല? പർവ്വതങ്ങളുടെ ഭാഷയില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, അല്ലാഹു തആല പറയാ അല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ. നോക്കൂ, ദലൂൽ എന്നത് സാധാരണ അല്ലാഹു തആല മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള കന്നുകാലികളെ നമുക്ക് വേണ്ടി മെരുക്കി സൗകര്യപ്പെടുത്തി തന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് ദലൂൽ. അതുകൊണ്ടാണ് തുടർന്ന് പറയുന്നത് ഫംശൂ ഫീ മനാകിബിഹാ. മനാകിബ് എന്ന് പറയുന്നത് ഈ കന്നുകാലികളുടെ ചുമലുകളാണ്. ഫംശൂ ഫീ മനാകിബിഹാ. അതുകൊണ്ട് ഈ ഭൂമിയാകുന്ന കന്നുകാലിയുടെ ചുമലുകളിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളയിടത്ത് നിങ്ങൾ യഥേഷ്ടം സഞ്ചരിച്ചു കൊള്ളുക. സുബ്ഹാനല്ലാഹ്, എന്തൊരു മനോഹരമാണ്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഭൂമി ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നോക്കൂ, അടുത്ത പദം വസ്സമാഅ ബിനാഅ. ആകാശത്തെ ഒരു മേൽപ്പുര പോലെ ആരാ ആക്കിയത്? ആരാണിതൊരു മേൽപ്പുര പോലെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ടെറസിന്റെ മുകളിൽ കയറി മലർന്ന് കിടന്നിട്ടൊന്ന് മോൾക്ക് നമ്മൾ നോക്കണം, എന്നിട്ട് ആലോചിക്കണം ആകാശത്തെക്കുറിച്ച്. അള്ളാഹു നമ്മളോട് പറഞ്ഞതാണ് ആലോചിക്കാൻ, നോക്കാൻ, ചിന്തിക്കാൻ. നിങ്ങൾ നോക്കൂ, ആകാശത്തിന് നമ്മൾ എവിടെയും ഒരു ബീമും കാണുന്നില്ല, ഒരു പില്ലറും കാണുന്നില്ല. ഇതെന്റെ ഭാഷയല്ല, അള്ളാഹുവിന്റെ ഭാഷയാണ്. ബിഗൈരി അമദിൻ തറൗനഹ. നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കാണാത്ത ഭീമുകളും പില്ലറുകളും ഉപയോഗിച്ച് ഈ ആകാശത്തെ പടുത്തുയർത്തിയവൻ. സുബ്ഹാനല്ലാഹ്. എന്താണ് ആ ആകാശം പടുത്തുയർത്തിയ രീതി? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഒരിക്കലും അത് മനുഷ്യന്റെ മുകളിലേക്ക് പൊളിഞ്ഞു വീഴാതെ അതിശക്തമായി പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഭാഷയാണ്, എന്റേതല്ല. ഭൂമിയിലേക്ക് ആകാശം വീണു പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹു ആകാശത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞോ, എന്തെങ്കിലുമൊക്കെ തിയറി പറഞ്ഞോ? അല്ലേ, എന്തെങ്കിലുമൊക്കെ തിയറി പറഞ്ഞോ ആകാശം അങ്ങനെ നിലനിൽക്കാനുള്ള കാരണം? ആകാശാകർഷണോ, ഗുരുത്വാകർഷണോ, എന്തെങ്കിലും ഗ്രാറ്റിവിറ്റി, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്തും പറയാം. പക്ഷെ അള്ളാന്റെ ഭാഷ അള്ള പിടിച്ചു വെച്ചതാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സാർമാരെ, ആരാണ് അല്ലാഹു തആല എന്ന്? മറ്റൊരിക്കൽ പറഞ്ഞു, ഈ ആകാശത്തെ നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കി വെച്ചിരിക്കുക. സുരക്ഷിതമായ മേൽപ്പുര. നോക്കൂ, ഈ ഒരു കാലത്ത് ആമസോൺ പാളിക്ക് ഓട്ടയുണ്ടായ കഥ നിങ്ങൾ വായിച്ചില്ലേ? ചെർണോബിൽ ദുരന്തമൊക്കെ ഉണ്ടായപ്പോ, ചെർണോബിൽ ദുരന്തമുണ്ടായല്ലോ.
അതിശക്തമായ യുദ്ധം ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് ഉപയോഗിക്കപ്പെട്ട അതിശക്തമായ അണുവായുധങ്ങൾ കാരണമായി ആമസോൺ പാളികൾ കോട്ടയുണ്ടായി. അന്ന് എന്താ സംഭവിച്ചതെന്നറിയോ? വല്ലാത്ത വേദനയുള്ള വാർത്തയുണ്ടായിരുന്നു. നമുക്കറിയാം, ഈ കൊച്ചു കുട്ടികളൊക്കെ കുടിക്കുന്ന ഒരു പാലുണ്ട്, നിഡോ എന്ന് പറഞ്ഞ പാല്. ആ പാല് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കൃഷി ചെയ്തിരുന്ന പാടത്ത് മുഴുവൻ ഈ ആമസോൺ പാളി ഓട്ടയായി. അതിലൂടെ ഒരുപാട് വിഷരശ്മികൾ ആകാശലോകത്ത് നിന്ന് ഇതിലേക്ക് വീണു. പക്ഷെ ഇതാരും അറിഞ്ഞില്ല, കണ്ടില്ല. ഇത് കൊയ്തെടുത്തു. ഈ ബാർലിയും ഈ ഉൽപ്പന്നങ്ങളുമൊക്കെ കൊയ്തെടുത്തു. അത് പാലാക്കി മാർക്കറ്റിൽ വന്നു, ബോർഡറിലെത്തി. പല രാഷ്ട്രങ്ങളും വളരെ വിജിലൻ്റാണ്, വെറുതെ കണ്ട് കയറ്റി വിടൂല സാധനങ്ങൾ. ബോർഡറിലെത്തി പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൽ മുഴുവൻ ഒരു തരം വിഷമുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അത്. ഞാനന്ന് സൗദി അറേബ്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഏറ്റവും വലിയ വാർത്തയായിരുന്നു. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും വലിയ വാർത്തയായിരുന്നു ഇത്. സൗദി അറേബ്യ മുഴുവൻ നിഡോട്ടിനുകളും തിരിച്ചയച്ചു, ഇറക്കാൻ സമ്മതിച്ചില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ മനസ്സിലായത് ഇതാണ്. അത്ര മനോഹരമാണ് ആകാശം. നോക്കൂ, എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഇത്ര ഭദ്രമായി ജീവിക്കുന്നത്, ഇത്ര സെക്യൂരിറ്റിയോടുകൂടി ജീവിക്കുന്നത്? ഈ ആകാശം ഉള്ളത് കൊണ്ടാണ്. അത് സഖ്ഫുൻ മഹ്ഫൂദുമാണ്. ആരാണ് അങ്ങനെ അതിനെ സംവിധാനിച്ചത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഇതൊക്കെ. സമാഇൽ നിന്ന് അവൻ നിങ്ങൾക്ക് വെള്ളം ഇറക്കിത്തന്നു. വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ലാബിൽ പോയിരുന്ന് കുറച്ച് ഹൈഡ്രജനും ഓക്സിജനും എടുത്തിട്ട് H2 ആണ് വെള്ളത്തിന്റെ രാസമാമം, അതുകൊണ്ട് നമ്മളിതാ വെള്ളം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം ആർക്കെങ്കിലും കുടിക്കാൻ കിട്ടുമോ? നോക്കൂ, ഇറക്കുക മാത്രമല്ല, വെള്ളം ഇറക്കുക മാത്രമല്ല, ആ വെള്ളം ഇവിടെ അവശേഷിക്കാൻ വേണ്ടിയുള്ള മുഴുവൻ സംവിധാനങ്ങളും അള്ളാഹു ഉപയോഗിച്ചു ഉണ്ടാക്കി. നിങ്ങൾ ആലോചിച്ചോ, ഇതൊക്കെ മഹാ അത്ഭുതമല്ലേ? നമ്മൾ എങ്ങനെയാണ് സഹോദരന്മാരെ അള്ളാഹുവിനെ അറിയാതിരിക്കുക? അലം തറ, നോക്കാൻ പറയണ്ടേ, ചിന്തിക്കടോ. അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർദ്, ഭൂമിയിലുള്ള എല്ലാം നിങ്ങളുടെ കയ്യിൽ ഒതുക്കി തന്നു. നിങ്ങളുടെ കയ്യിൽ ഒതുക്കി തന്നു എല്ലാം. ആരാ ഇത് ചെയ്തത്? നിങ്ങൾ ആലോചിച്ചു, ആരാ ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിശക്തമായ സഹോദരന്മാരെ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നോക്കൂ, എന്നിട്ട് എന്തുണ്ടായി? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ. എന്നിട്ടോ വെള്ളം വന്നിട്ട് എന്താ സംഭവിച്ചത്? അഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. നിങ്ങൾക്ക് റിസ്ഖ് എന്ന് പറഞ്ഞ പദം തന്നെ അത്ഭുതമാണ്. കൂത്ത് എന്നല്ല പറഞ്ഞത്, ഭക്ഷണം എന്നല്ല പറഞ്ഞത്, റിസ്ഖാണ്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെട്ടു. എല്ലാത്തരം നിങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ വൈറ്റമിൻസും മുഴുവൻ പ്രോട്ടീൻസുമുള്ള അതിമനോഹരമായ പലതരത്തിലുള്ള കായ്കനികൾ അഖ്റജ ബിഹി, ആ വെള്ളം മുഖേന ഉൽപ്പാദിപ്പിച്ചു തന്നു. ആര് തന്നു? നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരു പയറിൻ്റെയോ വെണ്ടക്കയുടെയോ കുരു നമ്മൾ ഭൂമിയിലിട്ട് കുഴിച്ചു മൂടുമ്പോൾ അത് പിന്നീട് അതിങ്ങനെ മുളച്ചു വരും. നമ്മളാരെങ്കിലും അതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ലെന്ന് മാത്രമല്ല, നമ്മുടെ ഒരു ജിയോഗ്രഫിക് ചാനൽ ഉണ്ടല്ലോ, ആ ചാനലുകാരൻ ഒരു പയറിൻ്റെയോ അല്ലെങ്കിൽ ഒരു വെണ്ടക്കയുടെയോ കുരു കുഴിച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു ക്യാമറ വെച്ച് അതിങ്ങനെ ഓരോ ദിവസവും അതിന് വരുന്ന മാറ്റം ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നാൽ നമ്മൾ പറയും, ഓ ഭയങ്കര ചാനൽ കേട്ടോ, ജിയോഗ്രഫി ചാനൽ ഭയങ്കര ചാനലാണ്. നന്ദി കേടിൻ്റെ ഊക്കുകൾ ആലോചിച്ച് നോക്കൂ. ഒരിക്കലും നമ്മൾ പറഞ്ഞില്ല. ആരാ സഹോദരന്മാരെ ഇത് സംവിധാനിച്ചത് ഇങ്ങനെ? സുബ്ഹാനല്ലാഹ്. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. ആരുണ്ടാക്കി? ആരെങ്കിലും ഇത് അവകാശപ്പെടുന്നേ? ഒരു വെണ്ടക്കന്റെ കുരു നിങ്ങളൊന്ന് മുളപ്പിക്കി, ബാക്കിയൊക്കെ വടക്കട്ടെ. ഒരു വെണ്ടക്കന്റെ കുരു പറ്റുമോ?
ഇതല്ലേ അള്ളാഹു. എന്നിട്ട് അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ. അതുകൊണ്ട് അള്ളാഹുവിന് നിങ്ങൾ സമന്മാരുണ്ടാക്കരുത് പ്ലീസ്. അള്ളാഹിൻ്റെ ഒരു റിക്വസ്റ്റാ. ഇങ്ങനെയൊക്കെ ചെയ്തു എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സഹോദരന്മാരെ സാധിക്കുക? അള്ളാഹുവിന്റെ ചോദ്യം തുടർന്ന് അതിമനോഹരമാണ്. കൈഫ തക്ഫുറൂന ബില്ലാഹ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയുക, ഈ അള്ളാഹുവിനെ മറച്ചു വെക്കാൻ കഴിയുക? നമ്മളിപ്പോ ചെയ്യുന്നത് അതല്ലേ? ഇതൊക്കെ നമ്മൾ ആവോളം അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു, എന്നിട്ട് ഈ അള്ളാഹിനെ നമ്മളാണ് മറന്നുപോയി. കൈഫ തക്ഫുറൂന ബില്ലാഹ്, അള്ളാഹ് ചോദിക്കുക, പറ്റുമോ നിങ്ങൾക്ക്? വകുൻതും അംവാതൻ, നിങ്ങളൊരു നിർജീവ വസ്തുവായിരുന്നില്ലേ? ഫഅഹ്യാകും, ആ നിർജീവ വസ്തുവിൽ നിന്ന് നിങ്ങൾ അവൻ ജീവിപ്പിച്ചില്ലേ? അല്ലേ? നമ്മൾ മനുഷ്യരായി ഇവിടേക്ക് വരുന്നതിന് മുമ്പുള്ള നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആരായിരുന്നു നാം? അല്ലേ? ആരായിരുന്നു? നമുക്ക് പറയാം ഞങ്ങൾ ബീജമായിരുന്നു, അണ്ഡമായിരുന്നു എന്നൊക്കെ പറയാം, അല്ലേ? ആരാണ് ഈ ബീജവും അണ്ഡവും ഒക്കെ നിർമ്മിച്ചത്, സംവിധാനിച്ചത്? ആർക്കെങ്കിലും അവകാശപ്പെടാൻ പറ്റുമോ? ഇന്ന് ക്ലോണിങ്ങിന്റെ യുഗമാണല്ലോ, ടെസ്റ്റ് ട്യൂബ് ശിശുക്കളുടെ കാലമാണല്ലോ, അല്ലേ? ഒന്ന് പറയ്, ഒരു ബീജമുണ്ടാക്കാൻ, ഒരണ്ഡമുണ്ടാക്കാൻ, ഒരുപക്ഷെ മനുഷ്യ ശരീരത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ബീജത്തെയും അണ്ഡത്തെയും മനുഷ്യന്റെ ശരീരത്തിൽ നിന്നൊരു ഓപ്പറേഷനിലൂടെ പുറത്തെടുത്ത് ഒരു ടെസ്റ്റ് ട്യൂബിലിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ശിശുവാക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ പറ്റുമോ ഒരണ്ടോ ബീജം ഉണ്ടാക്കാൻ? എന്നിട്ടും കൈഫ തക്ഫുറൂന ബില്ലാഹ്, കൈഫ തക്ഫുറൂന ബില്ലാഹ്. നിങ്ങൾ വെച്ചോ, എന്ത് അത്ഭുതമാണത്! അള്ളാഹുവിനെ നമ്മൾ അറിയണ്ടേ സഹോദരന്മാരെ? ഈ അള്ളാഹുവിനെ എങ്ങനെയാണ് നമുക്ക് നിഷേധിക്കുവാൻ കഴിയുക? എങ്ങനെയാണ് ഈ അള്ളാഹുവിനെ നാം ഒഴിവാക്കുക? അള്ളാഹു നിരന്തരമായി തെളിവുകൾ കൊണ്ടുവരികയാണ്. മനുഷ്യരെ, നിങ്ങൾ തന്നെയാണ് എന്നെ കാണാനുള്ള തെളിവ്. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാകും. മനുഷ്യനെ സൃഷ്ടിച്ച രീതി അല്ലാഹു തആല അതിമനോഹരമായി വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മനുഷ്യൻ മരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ സൃഷ്ടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് ഭയങ്കര അത്ഭുതമാണ്. ആ സൃഷ്ടിച്ച രീതി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സൃഷ്ടിപ്പ് എന്താണ്? മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാനപരമായ മൂലകങ്ങൾ എന്ന്. മണ്ണാണ് അടിസ്ഥാനം. മണ്ണിൻ്റെ വ്യത്യസ്തമായ സ്റ്റേജുകളിലൂടെ മണ്ണിനെ സംസ്കരിച്ച് മാറ്റുകയാണ്. മണ്ണും വെള്ളവും ചേർത്തു, എന്നിട്ടത് കുഴച്ചുണ്ടാക്കി. എങ്ങനെയാണ് കുഴച്ചതെന്ന് നിങ്ങൾ ചോദിക്കേണ്ട. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണ് എന്ന് അത്ഭുതകരമാണ്, അല്ലേ? എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വ്യത്യസ്തമായി ഖുർആൻ അതിന് വ്യത്യസ്തമായ സ്റ്റേജുകൾ പറയുന്നുണ്ട്. ആ സ്റ്റേജുകളൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു തആല മനുഷ്യൻ സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഓതുമ്പോൾ കണ്ടിട്ടില്ലേ? മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം. ആകാശഭൂമികളെയോ അല്ല, അവരെ തന്നെയോ സൃഷ്ടിച്ചപ്പോൾ നാം അവരെ സാക്ഷിയാക്കിയിട്ടില്ല. ഒരു മനുഷ്യന്റെയും മുമ്പിൽ വെച്ചല്ല അള്ളാഹു സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അറിയില്ല എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന്. അത്ര രഹസ്യമാണ് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ. അള്ളാഹുവിന് മാത്രം പറഞ്ഞു തരാൻ സാധിക്കുന്ന രീതി. അള്ളാഹുവിന് മാത്രമേ പറഞ്ഞു തരൂ. അള്ളാഹു ആ സ്റ്റേജുകൾ മുഴുവൻ പറഞ്ഞു, വ്യത്യസ്തമായ സ്റ്റേജുകൾ. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു രൂപമാക്കി മാറ്റിയ ശേഷം അള്ളാഹുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹു റൂഹ് അതിലേക്ക് ഊതി. സുബ്ഹാനല്ലാഹ്. ചോദിക്കരുത് നിങ്ങൾ എങ്ങനെയാണ് ഈ റൂഹ് ഊതൽ. എന്താ റൂഹ് എന്ന് നമുക്കറിയോ? ഊതാൻ അറിയോ? മനുഷ്യനെന്ന് പറയട്ടെ, എന്താണ് ജീവൻ എന്ന് പറ്റുമോ? മാക്സിമം നമ്മൾ പിടിച്ചു വെച്ച് നോക്കും. ഒരുപാട് എക്യുപ്മെന്റ്സ് വെച്ച് എത്ര വലിയ ഉന്നതനായാലും അവൻ നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്, അതുകൊണ്ട് അവനെ പിടിച്ചു വെച്ച് നോക്കും. പക്ഷെ കിട്ടുമോ? അള്ളാഹുവിന്റെ വെല്ലുവിളിയുണ്ട് സൂറത്തുൽ വാഖിയയിൽ. നിങ്ങൾ നിഷേധിച്ച് നടക്കണ്ടല്ലോ. ഒരു ചോദ്യം ചോദിക്കട്ടെ, അള്ളാഹ് ഒരു ചോദ്യം ചോദിക്കാം. പറ്റുമോ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് സമയം ഒന്ന് മരണം ഒന്ന് നീട്ടിവെക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നടക്കണ്ടല്ലേ? ആരെങ്കിലും ഒക്കെ കാണണ്ടല്ലേ? ആരെയും കാണാനല്ലോ.
അള്ളാഹു മനുഷ്യനെ ചിരിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ സൂറത്ത് ദുഖാനിൽ അള്ളാഹു ചിരിപ്പിക്കുന്നുണ്ട്. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. എന്താ രസം എന്നറിയോ! എത്രയെത്ര തോട്ടങ്ങളാണ് അവർ വിട്ടേച്ചു പോയത്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മളുടേതാണെന്ന് വിചാരിക്കുന്ന തോട്ടേ ഈ റൂഹ് അള്ളാഹ് തിരിച്ചെടുത്താൽ കഴിഞ്ഞില്ലേ? എത്രയെത്ര എസ്റ്റേറ്റുകൾ, എത്രയെത്ര പദവികൾ, എത്രയെത്ര പൊസിഷനുകൾ, എത്രയെത്ര മാന്യമായ സ്ഥാനമാനങ്ങൾ ഒക്കെ പോയില്ലേ? അതൊക്കെ അവരിവിടെ വിട്ടു. എന്നിട്ട് അവരെങ്ങോട്ടോ പോയി. അവരനുഭവിച്ചുകൊണ്ടിരുന്ന, ആസ്വദിച്ചുകൊണ്ടിരുന്ന, ആറാടിക്കൊണ്ടിരുന്ന മുഴുവൻ സുഖങ്ങളും അതൊക്കെ അവിടെ വിട്ടേച്ച് എങ്ങോട്ടേ പോയി? ആർക്കും അറിയില്ല. നമ്മൾ പറയും കവി മടങ്ങി. കവി മടങ്ങിയ അള്ളാഹിന്റെ ഭാഷ അതോ അത് നമ്മൾ എടുത്തിട്ട് വേറൊരു സമൂഹത്തിന് കൊടുത്തു. എന്നിട്ടോ ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമ്മൾ കരയും. പക്ഷെ അള്ളാഹ് പറയുന്നത് ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി ഒരിറ്റ് കണ്ണുനീര് പോലും പൊഴിച്ചിട്ടില്ല. അതുണ്ടാവില്ല. നോക്ക്, ഇതാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം സഹോദരന്മാരെ. അത്ഭുതം അതാണ്, അത്ഭുതമാണ്. ഇനി നോക്കൂ, സൃഷ്ടിപ്പ് പോലെയല്ല, മരണം വളരെ വ്യത്യസ്തമാണ്. മരണം വളരെ വ്യത്യസ്തമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സൃഷ്ടിപ്പ് നമ്മൾ കണ്ടല്ലോ. അള്ളാഹു ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തി അതിൽ ജീവനൂതി അതോടുകൂടി മനുഷ്യനായി, ജീവനുള്ള മനുഷ്യനായി മാറി. മരണം എങ്ങനെ? നേരെ എതിരാ മരണം. മരിക്കുമ്പോൾ ആദ്യം ഏതാ പോണ്? കയ്യും കാലമൊന്നും അല്ലല്ലോ. ആദ്യം പോണ് റൂഹാണ്. സൃഷ്ടിച്ചപ്പോൾ അവസാനം വന്നതാരാ? റൂഹാണ്. മരിച്ചപ്പോൾ ആദ്യം പോകുന്നതാരാ? റൂഹാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആലയുടെ ഈ വൈഭവം, ഈ സൃഷ്ടി വൈഭവം സഹോദരന്മാരെ, ഇത് പോരെ യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സഹോദരന്മാരെ? ഇത് പോരെ, ഇത് മാത്രം പോരെ അള്ളാഹുവിനെ അറിയാൻ? നമ്മളതറിയണം, നമ്മളത് മനസ്സിലാക്കണം സഹോദരന്മാരെ. നമ്മളത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ അള്ളാഹുവിനെ ഈ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹുവിനെ അറിയാൻ കഴിയൂ. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് നോക്കൂ, നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കണം, അള്ളാഹു കൽപ്പിച്ചതൊക്കെ നമുക്ക് ചെയ്യണം, അള്ളാഹു വിലക്കിയതിൽ വിട്ടു നിൽക്കണം. പക്ഷെ കഴിയണില്ല. എന്താ കഴിയാത്തതെന്ന് വെച്ചാൽ, ഈ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് എത്തിയിട്ടില്ല. നമ്മളെല്ലാവരും ഇനി പരിശ്രമിക്കേണ്ട സഹോദരന്മാരെ, നമ്മുടെ സ്വന്തത്തിലേക്ക് ഈ ബോധം എത്തിക്കാനാണ്. ഈ ബോധം നമ്മുടെ സ്വന്തത്തിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് നന്നാകാൻ കഴിയൂ. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിനേക്കാൾ നല്ല ഒരു സന്ദർഭം നമുക്ക് കിട്ടാനില്ല. മനുഷ്യൻ്റെ മുഴുവൻ ടെക്നോളജികളും പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മൈക്രോസ്കോപ്പുകളെ കൊണ്ടുപോലും കണ്ടെത്താൻ പറ്റാത്ത ഒരു ചെറിയ വൈറസ് അത് എല്ലാവരുടെയും ഉറക്കം കെടുത്തി അല്ലേ? ഒരു പ്രതിരോധ മരുന്ന് പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത വണ്ണം ഇപ്പോഴും മനുഷ്യൻ അന്തം വിട്ട് നടക്കുക. ഇനിയെങ്കിലും നമുക്ക് പറഞ്ഞൂടെ അല്ലാന്ന് വിളിച്ചൂടെ? അല്ലാന്ന് വിളിച്ചൂടെ? ആ അള്ളാഹു അല്ലാതെ, ഇപ്പോഴല്ലാതെ നമ്മൾ എപ്പോഴാണ് സഹോദരന്മാരെ ഈ അള്ളാഹുവിനെ അറിയുക? അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഈ ഒരു ക്യാമ്പ് അവസാനിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് അതായിരിക്കണം. അള്ളാഹു തആലയെ നമ്മൾ ഇനിയെങ്കിലും അറിയണം. എന്നിട്ട് അള്ളാഹുവിലേക്ക് വിനയപൂർവ്വം മടങ്ങണം. അള്ളാഹുവിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി വിനയപൂർവ്വം അള്ളാഹുവിലേക്ക് മടങ്ങുക, നന്ദി കാണിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുക. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് സഹോദരന്മാരെ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസത്തിന് യഥാർത്ഥത്തിലുള്ള ശക്തി കൈവരികയുള്ളൂ. അപ്പോൾ മാത്രമേ അള്ളാഹു നമ്മളെ പരിഗണിക്കുകയുള്ളൂ. ഇപ്പം അള്ളാഹ് പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ പരിഗണന എത്താത്തത് കൊണ്ടാണ്. നമ്മളിപ്പോഴും, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും അള്ളാഹ്ന്ന് വിളിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. മറ്റു പലരെയും വിളിച്ചു നോക്കി, പലതിനെയും വിളിച്ചു നോക്കി, ആരും നമ്മളെ രക്ഷിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കും. പക്ഷെ നമ്മൾ മുസ്ലിങ്ങളാണെന്ന് പറയുന്ന നമ്മൾ പള്ളിയുടെ 4 ചുമരിൻ്റെ ഉള്ളിലാണല്ലോ. നമ്മുടെ കഥകൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള
അള്ളാഹുവിനെ നിഷേധിക്കുകയും അള്ളാഹുവിനെ എതിർക്കുകയും ചെയ്യുന്ന ആളുകളുടെ ചങ്ങാത്തത്തിലും അവരുടെ കോളറും അവരുടെ തോളും പിടിച്ച് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെയാണ് സഹോദരന്മാരെ നമുക്ക് ശക്തമായ ഒരു സോഷ്യൽ ഫിസിക്കൽ ഡിസ്റ്റൻസ് വേണം. അതെന്തിൽ നിന്നറിയോ? എന്തിൽ നിന്നാ? നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ശക്തികളിൽ നിന്ന് വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ന്യൂ ഇയർ വരാൻ പോകാം. നമുക്കറിയാം ന്യൂ ഇയറിന് എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളത്. ന്യൂ ഇയർ സെലിബ്രേഷൻ. നമുക്ക് അള്ളാഹിനെക്കുറിച്ച് ഒരു ബോധവുമില്ലാത്തത് കൊണ്ടാണ്. ഈ വർഷവും വലിയ ആഘോഷ പരിപാടികളാണ് പല രാഷ്ട്രങ്ങളും ഒരുക്കി വെച്ചിട്ടുള്ളത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കണം, ഈ 2020 എന്നുള്ള ഇയർ ആഘോഷിക്കാൻ വേണ്ടി ലോകത്തെ മുഴുവൻ സമ്പന്ന രാജ്യങ്ങളും ഒരുങ്ങിയിരിക്കുകയായിരുന്നു 2020. എന്തൊക്കെയായിരുന്നു എന്നറിയങ്ങൾ? ലോകത്തെ മുഴുവൻ സമ്പന്ന രാജ്യങ്ങളിലും എന്തൊക്കെ സംവിധാനങ്ങളാണ് വന്നിരുന്നത്? ഒക്കെ പൊളിഞ്ഞുപോയില്ലേ? ഒക്കെ പൊളിഞ്ഞുപോയില്ലേ? എല്ലാം. എത്ര തരം എക്സിബിഷനുകൾ, എത്ര തരം സ്പോർട്സുകളും ഗെയിംസുകളും, അതിനുവേണ്ടിയുള്ള സ്റ്റേഡിയങ്ങളും കരാറുകളും ഹോട്ടലുകളും ഒക്കെ പണിത് കഴിഞ്ഞിരുന്നു. പക്ഷെ ഒരു ചെറിയ പിടുത്തല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 2020 പറഞ്ഞു, ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി ആയപ്പോഴേക്ക് മനുഷ്യൻ മേപ്പെട്ട് നോക്കിയില്ലേ? ഇപ്പൊ ഡിസംബറിലാ, ഇപ്പോഴും ഇങ്ങനെ നോക്കിക്കുക ഇനിയിപ്പോൾ എന്താ വരിക. ഇതിനേക്കാൾ വലുതാപ വന്നുകൊണ്ടിരിക്കണേ അല്ലേ? നടുങ്ങിയത് നമ്മളൊന്നുമല്ല. നമ്മളൊരു 3-ാം ലോക രാജ്യത്തുള്ള ദരിദ്രന്മാരാണെന്ന് വെക്കാം. അല്ല, സമ്പന്നതയുടെയും ശാസ്ത്രത്തിന്റെയും ഉത്തുംഗതയിൽ നിൽക്കുന്ന യൂറോപ്പ് നടുങ്ങിയിരിക്കുകയാണ്, ജർമ്മനി നടുങ്ങിയിരിക്കുകയാണ്. എന്നിട്ടും നമുക്കൊന്ന് ആലോചിച്ചൂടെ അള്ളാഹിനെ കുറിച്ച്? ഇനി നമ്മൾ എപ്പോഴാണ് സഹോദരന്മാരെ ആലോചിക്കുക? അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുക. ഒറ്റ വഴിയുള്ളൂ, ഫഫിറൂ ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് പേടിച്ചരണ്ട് മടങ്ങുക. അവിടെ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.